എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതവും നമസ്കാരവും. 2025 അവസാനിക്കുന്ന വർഷമാണ് ഇത്. ഒരു വർഷത്തിന്റെ ഒരു മാസം അവസാനിക്കുന്നു എന്നുള്ളതൊന്നും വലിയ പ്രാധാന്യമില്ലെങ്കിലും ഒരു വർഷം അവസാനിക്കുകയാണ്. 3 നാൾ കഴിയുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ഈ തീരുന്ന വർഷം സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടി പുനർനവയുടെ ഒരു പ്രധാനപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു. 14ാമത്തെ സുഹൃത്തിനെ കേൾക്കാൻ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. നീണ്ട 14 മാസങ്ങളും പലപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ദൈവം നമ്മെ പരിപാലിച്ച് ഈ തരത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് പരിപാടിക്കും ഈ പ്ലാറ്റ്ഫോമിനും ഒരു ദൈവാനുഗ്രഹം കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളും അങ്ങനെ കരുതും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 14 എണ്ണവും അതിന്റെ പിന്നിൽ ഒരു അല്പം എഫേർട്ട് വിനിയോഗിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അനേകർ എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ പേരെയും ഇത്തവണ കൊണ്ട് ഇപ്പോൾ ലൈവായിട്ടുള്ള മുഴുവൻ പേരെയും പങ്കാളിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഒരാളെ പോലും ഇതിലെ ഏതെങ്കിലും ഒരു കണ്ണിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ ഈ പരിപാടി ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ആരോ പറഞ്ഞ, ഞാനത് ആരാണ് പറഞ്ഞതെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. ഞാനത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ രീതിയിലാണ് ഇത് ക്രമീകരിക്കാൻ ശ്രദ്ധിച്ചത്. 14 സുഹൃത്തുക്കൾ, ബാക്കിയുള്ള മുഴുവൻ പേരും എന്നോട് നന്നായി സഹകരിച്ചു. പറഞ്ഞതെല്ലാം എല്ലാവരും വലിപ്പ ചെറുപ്പമൊന്നുമില്ല, വളരെ സൂക്ഷ്മതയോടെ കേൾക്കുകയും അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ പരിപാടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കുമുള്ള ശ്രമമുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ ഇതിനു വേണ്ടി ക്ഷണിക്കുമ്പോൾ ഉള്ള മനോഭാവമല്ല. ഉറപ്പായും ഈ 14 സുഹൃത്തുക്കൾക്കും പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതുകൊണ്ട് ഈ പരിപാടി 26-ലും തുടരണം, 27-ലും തുടരണം, പുനർനവ എന്ന് വരെ ഉണ്ടോ അന്ന് വരെയും തുടരണം. അതാണ് എൻ്റെ ആഗ്രഹവും ആശംസയും. പുതിയ സെഗ്മെന്റുകളായി പുതിയ ആളുകൾ ഇതിനെ അണിയിച്ചൊരുക്കാൻ കടന്നു വന്നുകൊണ്ട് പുതിയ രീതിയിൽ, ഇപ്പൊ ഈ ഒരേ രീതിയിൽ എന്ന് ഒരേ പാറ്റേണിൽ പോവുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള ഇടവും ഇതിന് ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുഹൃത്തിനെ നമുക്കറിയാം. ഞാൻ ഈ വർഷത്തിന്റെ അവസാനം കൂടി ആയതുകൊണ്ട് 2-3 മിനിറ്റ് ആദ്യം എടുത്തതാണ്. സദയം ക്ഷമിക്കുക. ഇന്നത്തെ പരിപാടിയിൽ പങ്കാളിയാകുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് ഹുസൈനാണ്. ബാലകൃഷ്ണൻ സാറും അനിത മാഡവും അധികം കാലമായില്ല ഈ ഗ്രൂപ്പിൽ എത്തിയിട്ട്. അങ്ങനെ അവരും ഇതിന്റെ പങ്കാളിയായി തീർന്നുകൊണ്ട് അനിൽ സാറ് പല മാസങ്ങളിലും ഇതില് ഏതെങ്കിലും ഒരു കണ്ണിയാകാൻ ഏറ്റെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ പലപ്പോഴും വന്ന് അദ്ദേഹത്തിനും ഈ തരത്തിൽ ഇന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ വളരെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക്
ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബി ബാലകൃഷ്ണൻ നായർ, അമരാവതി റിട്ടയർഡ് സീനിയർ വൈസ് പ്രസിഡന്റ്, BLR ലോജിസ്റ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ്, റിലയൻസ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനമാണ്. ബാലകൃഷ്ണൻ സാറിനെ, ഈ സദസ്സിനെയും വിശിഷ്ടാതിഥിയെയും പരിപാടിയിൽ ഔദ്യോഗികമായി കടന്നു വരുന്നവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സദയം ക്ഷണിക്കുന്നു. ബാലകൃഷ്ണൻ സാർ, പ്ലീസ്. സാറ് മ്യൂട്ടാണ്. ബാലകൃഷ്ണൻ സാറ് മ്യൂട്ടാ. അയ്യോ, കേക്കുന്നില്ലല്ലോ. കേട്ട് കാണത്തില്ല, അൺമ്യൂട്ട് ചെയ്തു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുഹൃത്തിനെ കേൾക്കാം എന്ന ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം പറയുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇന്നത്തെ സുഹൃത്തും അവതാരകനുമായ ശ്രീ മുഹമ്മദ് ഹുസൈൻ നാലകത്ത് അവർകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവതരിപ്പിക്കുന്ന വിഷയം നാടും വീടും നാട്ടുകാരും വെളിനാടും സർവത്ര പാഠങ്ങൾ എന്നതാണ്. 35 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം ഇദ്ദേഹം ഇപ്പോൾ മഞ്ചേരിയിലാണ് താമസം. നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ടർലപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ബിസിനസ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ആദ്യ പ്രതികരണം നടത്തുന്ന അനിൽകുമാർ കനഡയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ നന്ദി പ്രകാശനം നടത്തുന്ന ശ്രീമതി അനിത ഹരികൃഷ്ണനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ നമ്മുടെ പ്രിയപ്പെട്ട ജോഷിജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പുനർനവ കുടുംബാംഗങ്ങളെ ഏവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സാറേ, ആരംഭിക്കാം. ഓക്കെ സാർ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുനർനവ യോഗ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 14-ാം മാസത്തെ സുഹൃത്തിനെ കേൾക്കാം എന്നാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാനും വീടും നാട്ടുകാരും വെളിനാടും സർവത്ര പാഠങ്ങൾ എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം അരുളിയ ബാലകൃഷ്ണൻ സാറിനും ഈ പരിപാടിയെ ശില്പിയും സംവിധായകനും നിർമ്മാതാവും നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട ജോഷി സാറും ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വർഷങ്ങളുടെ ഹൃദയബന്ധം നാം തമ്മിലുണ്ട്. ഓൺലൈനിലെ കൂടിച്ചേരലുകൾക്കപ്പുറം നേരിട്ടും നാം ഒത്തുചേർന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്. ജീവാത്മാവിനെ പരമാത്മാവിനോട് ചേർക്കുന്ന യോഗ പദ്ധതിയിലെ അംഗങ്ങളാണല്ലോ നാം. യോഗ് എന്ന ഇംഗ്ലീഷ് പദം യോഗ എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചതാണല്ലോ. നാം തമ്മിലുള്ള ബോണ്ടിങ് ശക്തമാണ്. അത് കൂടുതൽ ദൃഢമാക്കാം നാം ഒരിക്കൽ കൂടി ഒന്നിച്ചു കൂടുകയാണ്. എൻ്റെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തിയിടട്ടെ. 1956 ഒരു ഡിസംബർ മാസത്തിലാണ്, മഞ്ചേരിയിലാണ് എൻ്റെ ജനനം. നമ്മുടെ മലപ്പുറത്തെ ആദ്യത്തെ ഒരു മെമ്പറാണ് ഈ ഗ്രൂപ്പിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവ് മൂസക്കുട്ടി, തിരുവിനടുത്തുള്ള വെട്ടത്ത് പുതിയങ്ങാടി സ്വദേശി. അദ്ദേഹം സിവിൽ സപ്ലൈസിൽ ജീവനക്കാരനായിരുന്നു. മാതാവ് ഐഷാബി. ഉമ്മ UP സ്കൂൾ അധ്യാപികയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിയാണ് ഉമ്മ ജോലി സമ്പാദിച്ചത്. അക്കാലത്ത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക്
പഠിക്കാനും ജോലി നേടാനും ഒക്കെ ഒട്ടേറെ സമുദായ വിലക്കുകൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു. മുസ്ലിം സ്ത്രീകൾ പഠിക്കേണ്ടതില്ല, അവർ വീട്ടിലിരുന്നാൽ മതിയെന്ന് തിട്ടൂരമുണ്ടായിരുന്നു കാലം. എന്നാൽ പഠിച്ച് എന്തെങ്കിലും ജോലി നേടണമെന്ന് ഉമ്മാക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ തിരൂർ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് TTC സർട്ടിഫിക്കറ്റ് നേടി ഉമ്മ നാട്ടിലെ സ്കൂളിൽ അധ്യാപികയായി. മൂസക്കുട്ടി ആയിഷാബി ദമ്പതികൾക്ക് 5 മക്കളായിരുന്നു. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 4ാമത്തെ സന്തതിയായാണ് ഞാൻ പിറന്നത്. സാമ്പത്തിക ക്ലേശമുണ്ടായിരുന്നെങ്കിലും സന്തോഷപൂർണമായ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിധിയുടെ ക്രൂരത പിതാവിനെ മരണരൂപത്തിൽ ആഞ്ഞടിച്ചു. 1900-ലായിരുന്നു അത്. നാട്ടിൽ വസൂരി പടർന്ന കാലഘട്ടമായിരുന്നു അന്ന്. എനിക്കന്ന് 4 വയസ്സ്. ചിറകുമുളക്കാത്ത 5 മക്കളെയും കൈപിടിച്ച് ഞങ്ങളുടെ ഉമ്മ ജീവിതത്തിൽ നേരിട്ടത് ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളുടെ ആയിരുന്നു. ത്യാഗപൂർണമായ ജീവിതമായിരുന്നു ഉമ്മയുടേത്. ഞങ്ങളിന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയുടെ മാത്രം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പിൻബലം മാത്രമാണ്. 2007 മരിക്കുന്നതുവരെ എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചമായി ഉമ്മ നിലകൊണ്ടു. ആ വിളക്കണിഞ്ഞെങ്കിലും അതിന്റെ പ്രകാശം ഇപ്പോഴും നിലനിൽക്കുന്നു. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 2 ടേംസിലും മുനിസിപ്പൽ കൗൺസിലറായി ഉമ്മ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ തന്നെയായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മഞ്ചേരി NSS കോളേജിൽ പ്രീ-ഡിഗ്രിക്ക് ചേർന്നു. 1977 അവിടെ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി. പിന്നീട് ജോലി അന്വേഷിച്ചുള്ള നടപ്പായിരുന്നു. അവസാനം യുണൈറ്റഡ് ഇന്ത്യ ഫയർ ആൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഡെവലപ്മെന്റ് ഓഫീസറായി ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചു. അന്നൊക്കെ എല്ലാവരും ഒരു സ്വപ്ന ലക്ഷ്യം ദുബായിലേക്ക് യാത്ര പോവുക എന്നായിരുന്നു. ഞാനും 1980 തുടക്കത്തിൽ ദുബായിലേക്ക് യാത്രയായി. എൻ്റെ പ്രവാസ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത്. എൻ്റെ സഹോദരി ഭർത്താവാണ് അതിന് നിമിത്തമായത്. ന്യൂ അജ്മാൻ ട്രെയിനിങ് കമ്പനി എന്ന ദുബായ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു ആദ്യത്തെ നിയമനം. ജോലി അല്പം കഠിനമായിരുന്നെങ്കിലും ഞാൻ അവിടെ തന്നെ തുടർന്നു. പിന്നീട് UAE-യിലെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന അലൈനിലേക്കും അങ്ങനെ 5 വർഷം അവിടെ ജോലി നോക്കി. എൻ്റെ മാതാവിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം മൂലവും എനിക്ക് അവിടം വിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു. നാട്ടിലുണ്ടായിരുന്ന ജ്യേഷ്ഠന് വിദേശത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ടും ഉമ്മയുടെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്തമായി വന്നു. 1985-ലാണത്. അതോടെ എൻ്റെ പ്രവാസ ജീവിതത്തിൽ ആദ്യ തിരശ്ശീല വീണു. അലൈൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അറബി ഭാഷ നല്ല പോലെ പഠിക്കാൻ അവസരമുണ്ടായി. പ്രവാസ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി ഞാൻ അതിനെ കാണുന്നു. അറബിക് ഭാഷാ പ്രാവീണ്യം എൻ്റെ പിന്നീടുള്ള കരിയറിന് വളരെ ഉപകാരപ്രദമുണ്ടായി. 2ാം പ്രവാസി കാലത്തിന്റെ തുടക്കം 1990-ലായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ പറയട്ടെ. 1982-ലായിരുന്നു എൻ്റെ വിവാഹം. വധു ചാവക്കാട് സ്വദേശിനിയായ മെഹറു. ദുബായിൽ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ കൺട്രോളറായിരുന്ന ശ്രീ ഉമ്മർകുട്ടിയായിരുന്നു മെഹറുന്നീസയുടെ പിതാവ്. മെഹറുന്നീസയുടെ അമ്മാവന്മാരും ദുബായിൽ ജോലി നോക്കിയിരുന്നു. അവർ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവർ മുഖേന്ദ്രമാണ് ഈ കല്യാണാലോചന ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ഡോക്ടർ ഷെറോൺ UK-യിൽ PG കഴിഞ്ഞ് എൻഡോക്രൈനോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ BM ചെയ്യുന്നു. അവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. മകൾ ഷിബിൻ അമേരിക്കയിലെ മിഷിഗനിൽ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. മകളുടെ ഭർത്താവ് ബിജു മിഷിഗനിലെ സാംസങ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ മാനേജറിയൽ പോസ്റ്റിൽ ആണ്. അവർക്ക് 3 മക്കളുണ്ട്.
എഹ്സാൻ, ജിയാന, ഇസാഖ് എല്ലാവരും അവിടെ വിദ്യാഭ്യാസം തുടരുന്നു. അതിനിടയിൽ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 1985 നാട്ടിൽ തിരിച്ചു വന്ന് 1990 റോയൽ ബാങ്ക് ഓഫ് കാനഡയിൽ ജോലി കിട്ടി വീണ്ടും ദുബായിലേക്ക് പോകുന്നത് വരെ മഞ്ചേരിയിൽ ഞാനൊരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തിയിരുന്നു. മകളുടെ പേര് ഷിബിൻ മെഡിക്കൽസ് എന്നായിരുന്നു അതിന്റെ പേരെന്ന് സാന്ദർഭികമായി പറയട്ടെ. ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് ഡിസ്റ്റന്റ് ആയി MBA ചെയ്യുവാനും കഴിഞ്ഞു. 1990 രണ്ടാം പ്രവാസ കാലഘട്ടം തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. അത് 2019 തിരിച്ച് നാട്ടിൽ വരുന്നത് വരെ തുടർന്നു. പൊതുപ്രവർത്തനത്തിന്റെ കാലം കൂടിയായിരുന്നു അത്. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നവരെ വിവേകികൾ എന്നാണല്ലോ കവിവാക്യം. അക്കാര്യത്തിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. സത്യത്തിൽ ഒന്നാം പ്രവാസ കാലഘട്ടത്തിൽ തന്നെ അതിന് തുടക്കം കുറിച്ചിരുന്നു. UAE അലൈനിൽ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ സ്പോർട്സ് ആൻഡ് ആർട്സ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലം ഓർമ്മയിൽ വരികയാണ്. പ്രതിഭാസമ്പന്നരായ പല യുവാക്കൾക്കും ശരിയായ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനും അതുവഴി ശാക്തീകരണം നടത്തുവാനും കഴിഞ്ഞത് കൃതജ്ഞതയോടെ ഓർക്കുന്നു. 1985 നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും JCI ജൂനിയർ ചേംബർ ഇന്റർനാഷണലിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോഴും സീനിയർ JCS ഇന്റർനാഷണലിൽ അംഗമാണ്. ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ അതുവഴി സാധിച്ചു. കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പുന്നതിലും വലിയ ഒരു സേവന പ്രവർത്തനം വേറെ എന്താണുള്ളത്? റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നീ സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുവാൻ അവസരമുണ്ടായി. പിൽക്കാലത്ത് അത്തരം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും കഴിഞ്ഞു എന്നത് ഓർക്കട്ടെ. 1990 മുതൽ ദുബായിൽ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിലത് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ദുബായിൽ ഇന്ത്യൻ അസോസിയേഷനിൽ ദീർഘകാലം മെമ്പറായിരുന്നു. അതുപോലെ ഇന്ത്യൻ ആർട്സ് സൊസൈറ്റി ദുബായ്, മലബാർ പ്രവാസി അസോസിയേഷൻ, UAE ഇന്ത്യ ബിസിനസ് ഫോറം, MES, മോഡൽ സർവീസ് സൊസൈറ്റി, ദുബായ് ഇന്ത്യൻ കൗൺസിലിന്റെ കീഴിലുള്ള ഈ സംഘടനകളിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ദുബായിലെ മലയാളി സമൂഹത്തിന് ധാരാളം പ്രഗത്ഭ കലാകാരന്മാരെ എത്തിച്ച് കലാപ്രകടനം സംഘടിപ്പിക്കുവാനും അവസരങ്ങൾ നിരവധിയായിരുന്നു. മലയാളിയുടെ ഗൃഹാതുരത്വ സ്വഭാവമുള്ള അവ താലോലിച്ച് അവരുടെ മരുഭൂമിവാസത്തിൽ അത് തളിരുകൾ വിരിയിച്ചു. സംഘാടനത്തിലൂടെ ലഭിച്ച വരുമാനം നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അയച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. മോഹൻലാൽ, സുരഭി, വിനോദ് കോവൂർ, സുരേഷ് ഗോപി തുടങ്ങിയ സെലിബ്രിറ്റീസിനെ ദുബായിലെത്തിക്കാനും ഞങ്ങൾക്കായി. നാട്ടിൽ പ്രശസ്തരായ മിമിക്രി താരങ്ങൾ അവരുടെ കലാപ്രകടനം കൊണ്ട് പ്രവാസികളെ ആനന്ദിപ്പിച്ചു. സാഹിത്യകാരന്മാരെ കൊണ്ടുവരിക വഴി പ്രവാസികളുടെ സാംസ്കാരികാഭിമുഖ്യം വളർത്താനും ഞങ്ങൾക്കായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു എമിറേറ്റ്സ് മഞ്ചേരി അസോസിയേഷൻ ഇമയുടെ രൂപീകരണം. ദുബായിലുള്ള മറ്റു GCC രാജ്യങ്ങളിലുമുള്ള മഞ്ചേരി നിവാസികളുടെ കൂട്ടായ്മയായിരുന്നു അത്. അതിന്റെ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. 2014 ഇമ മഞ്ചേരി ഗ്ലോബൽ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന്റെ ചെയർമാനായി ഇപ്പോഴും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അധുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനകളുമായി ഇമ ബന്ധപ്പെടുകയും മഞ്ചേരി, കാരക്കുന്ന്, ആനക്കയം എന്നീ യൂണിറ്റുകൾക്ക് 3 ആംബുലൻസ് വാനുകൾ നൽകുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പഠനത്തിൽ മിടുക്കരായ എന്നാൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് സഹായം ചെയ്തു വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പിയും ഇമ മുന്നോട്ട് പോവുകയാണ്.
സുനാമിക്കാലത്തും 2018 പ്രളയ സമയത്തും ലോകത്തെ നിശ്ചലമാക്കിയ കോവിഡ് കാലത്തും നമ്മ അകമഴിഞ്ഞ് നാട്ടിലേക്ക് സഹായം എത്തിച്ചു. വലിയൊരു തുക സംഭാവന ചെയ്ത ആദ്യ പ്രവാസി സംഘടന എന്ന നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അയച്ച ലെറ്റർ ഞങ്ങൾ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഇപ്പോഴത്തെ മിനിസ്റ്റർ അന്ന് MP ആയിരുന്നപ്പോൾ മഞ്ചേരി ആദ്യമായി തിരഞ്ഞെടുത്തതോടൊപ്പം ദുബായിൽ വെച്ച് ഞങ്ങളൊരു സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം ദുബൈയുടെ ഭരണാധികാരികളുടെ നിധിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ കൊടുത്ത സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിനെ കേരളത്തിലെ ഭരണം കുറച്ചു കാലം ഏൽപ്പിച്ചാൽ കേരളം നന്നാകുമായിരുന്നു എന്ന അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. നല്ല ജനസാന്ദ്രതയുള്ള ജില്ലയാണത്. ഒരു കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു ജില്ല. ഇന്ന് ഇത് കലയാകെ മാറി. വിദ്യാഭ്യാസ രംഗത്തും വ്യാപാര രംഗത്തും ഒരു കുതിച്ചുകയറ്റം തന്നെ ഇവിടെയുണ്ട്. പ്രവാസികൾ ചിന്തിയ വിയർപ്പിനും അതിൽ വലിയൊരു പങ്കുണ്ട്. ഉയർന്ന റാങ്കുകൾ അടക്കം കൈവശപ്പെടുത്തുന്നുണ്ട് മഞ്ചേരി ജില്ലയിലെ പെൺകുട്ടികൾ. അതൊരു മുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നത്. മനോഹരിയായ എൻ്റെ മലപ്പുറം ജില്ലയിൽ നിന്നും ഈ ഗ്രൂപ്പിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നാടിനെ അല്പം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ പ്രധാന 4 നദികളാണ് ചാലിയാർപ്പുഴ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർ പുഴ എന്നിവ മഞ്ചേരി ജില്ലയിൽ ഒഴുകുന്നു. മേൽപ്പറഞ്ഞ നദികളാൽ ചാലിയാർ വറ്റാത്തതും ബാക്കിയുള്ളവ ഉഷ്ണകാലത്ത് വറ്റുന്നതുമാണ്. ഈ ഒരു കാരണത്താൽ ജില്ല വരൾച്ച ഭീഷണി നേരിടുന്നു. തിരൂർ, പൊന്നാനി താലൂക്കുകളിൽ ബിയ്യാം, വിളിയങ്കോട്, മണ്ണൂർ, കൊടിഞ്ഞി കായലുകൾ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും സൗകര്യമുള്ളതാണ്. ഇവിടുത്തെ ജനത ഇവിടെ പൊതുമനസ്സ് മതേതരത്വത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. വിധ്വംസക പ്രവർത്തനങ്ങളെ അകറ്റി ഒരു മനസ്സുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, കാലിക്കറ്റ് എയർപോർട്ട് എന്നിവയും മലപ്പുറം ജില്ലയിലാണ്. ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കോമ സ്റ്റേജിലായിരുന്ന ഞങ്ങളുടെ ഒരു അസോസിയേഷൻ മെമ്പർ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എയർ ആംബുലൻസ് വഴി കൊണ്ടുവരാനും ചികിത്സിക്കാനുമാണ് സംഭവമാണ്. 2012 ഇത് നടന്നത്. അന്ന് ഇന്ത്യൻ കൗൺസിലിന്റെയും അവിടുത്തെ ഡോക്ടർ ആസാദ് മുപ്പിന്റെയും വഴി കിട്ടിയ സഹായ സഹകരണങ്ങൾ മറക്കാനാവില്ല. നാട്ടിൽ 2019 അവസാനം നാട്ടിലേക്ക് വന്നത് അന്ന് സൗദി അറേബ്യയിലെ ഒരു ജോലി ആവശ്യാർത്ഥം വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് കോവിഡ് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് പിന്നീട് സൗദി അറേബ്യയിൽ പോക്ക് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ മലപ്പുറത്തുള്ള സിയോക്സ് ഡോർ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ CEO ആയി അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പിന്നീട് 2015 രൂപീകരിച്ച ടാൽറോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കൊച്ചിയിലുള്ള ആസ്ഥാനമായ കമ്പനിയിൽ സമൂഹത്തിനായി സംരംഭങ്ങൾ നിർമ്മിക്കുന്നതിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കണ്ടുപിടുത്തങ്ങൾക്കും പ്രോത്സാഹനങ്ങൾ നൽകുന്ന
വൈവിധ്യമാർന്ന ഒരു ഹൈബ്രിഡ് ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സാങ്കേതിക കമ്പനി ഉയർന്ന തോതിൽ വികസിക്കാവുന്ന സംരംഭങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ പ്രാപ്തമാകുന്ന തരത്തിൽ അമേരിക്കയിലെ സിലിക്കോൺ വാലിക്ക് സമാനമായ ഒരു ശക്തമായ അന്തരീക്ഷം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമുള്ള കമ്പനിയിൽ ഇപ്പോൾ ബിസിനസ് കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു. ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 7 വയസ്സുവരെ മക്കളോടൊപ്പം കഴിയുക, പിന്നീട് 7 വർഷം അവർക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുക, അതിനുശേഷം 7 വർഷം അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവുക എന്നൊരു കോട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഇസ്ലാമിക ഖിലാഫത്തിലെ 2ാമത്തെ ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ് അഥവാ ഖലീഫ ഉമർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സഹചാരിയായിരുന്നു അദ്ദേഹം. 1ാം ഖലീഫ അബൂബക്കറിന് ശേഷം 10 വർഷം ഭരണം നടത്തിയിരുന്നു. 32 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിലൂടെ ഊതിക്കാച്ചിയെടുത്ത എന്റെ സമൂഹത്തിന് നൽകാനുള്ള ഉപദേശം എന്തെന്ന് ചോദിച്ചാൽ, മേൽപ്പറഞ്ഞ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതുപോലെ ഏകദേശം 100 വർഷത്തോളമായി മലയാളിയുടെ പ്രവാസം തുടങ്ങിയിട്ട് അവൻ മറുനാട്ടിൽ മരുഭൂമിയും കടലും അനുഭവിച്ച് വളർത്തിയെടുത്തതാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ. ഇതിനെ പിന്നിലെ ആരും തിരിച്ചറിയാത്ത ഒട്ടേറെ കഠിനമായ അധ്വാനമുണ്ട്. അരിഷ്ടിച്ച് ജീവിച്ചു നാട്ടിലേക്ക് പൊൻപണം അയച്ചവരുണ്ട്. സ്വയം വളരുന്നതോടൊപ്പം കുടുംബത്തെയും കൈപിടിച്ചു വരുന്നുണ്ട്. അവരുടെ മഹാത്യാഗങ്ങളെ വിസ്മരിക്കാതിരിക്കുക ഇനിയും പ്രവാസികളാൽ ഒരുങ്ങി നിൽക്കുന്നവരെ പുതുതലമുറയോട് നിങ്ങൾ ആധുനികമായ സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യകൾ ധാരാളമായി കൈവശമാക്കുക. കയ്യൂക്കൊള്ളവൻ മാത്രമല്ല കാര്യക്കാരൻ. വിദ്യാഭ്യാസമുള്ളവന് വിജയം സുനിശ്ചിതമായതിനാൽ ആവശ്യമുള്ള വിദ്യാഭ്യാസവും സ്കില്ലും മാത്രം വശമാക്കി വിദേശത്തേക്ക് പോവുക. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക. നിങ്ങളുടെ സമ്പത്തിൽ നല്ലൊരു ഭാഗം ഭാവിയിലേക്ക് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരം ഒരു സംസാരത്തിന് അവസരം തന്ന ഇതിന്റെ ശില്പിയായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോഷി സാറിനും എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എന്നെ പരിചയപ്പെടുത്തിയ ബാലകൃഷ്ണൻ സാറിന് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും നന്ദി കൊണ്ട് നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് നന്മ വരട്ടെ. ഓവർ ടു ജോഷി സാർ. ഓക്കെ സാർ, നന്നായിരുന്നു. നമ്മുടെ ആദ്യ പ്രതികരണം നടത്തുന്നതിനായി അനിൽകുമാർ കുഞ്ഞിപ്പറമ്പത്ത് DCC എഞ്ചിനീയറിംഗ് മൾട്ടിമാറ്റിക് മാനുഫാക്ചറിംഗ് കമ്പനി, കോൺകോഡ്, കാനഡ. സാർ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഹോട്ടലിലാണ് ഉള്ളത്. ഞാൻ ക്യൂബക് സിറ്റിയിലാണ് സംസാരിക്കുന്നത്. എത്രയോ മാസങ്ങളായി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യവും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും പങ്കെടുക്കാൻ പറ്റിയതിൽ നന്ദിയുണ്ട്. ഹുസൈൻ സാറിന്റെ സംഭാഷണം കേട്ടു. പരിപാടി നന്നായിരുന്നു. 35 വർഷത്തെ UAE
ജീവിതത്തിന്റെ അനുഭവങ്ങൾ കേട്ടു. ആ ഹെഡ്ലൈൻ പോലെ ഞാനും നാടും നാട്ടുകാരും വെളിനാടും സർവത്ര പാഠങ്ങൾ, അത് തന്നെയാണ് സാറ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. 1956 ജനിച്ച സാറ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായ പേരൻസിൽ 5 മക്കളിൽ ഒരാളായി ജനിച്ചു. 3 പെൺകുട്ടി, 4ാമത് ആയിട്ടുള്ള കുട്ടിയായി ജനിച്ചു. പിന്നെ സ്വന്തം പ്രയത്നത്തിൽ പഠിക്കാനും പറ്റി. BSc സുവോളജി കഴിഞ്ഞ് അങ്ങനെ ഗൾഫിലേക്ക് പോയി, UAE പോയി. 1980 UAE പോയെങ്കിലും തിരിച്ചു വേണ്ടി വന്നു. 1981 തിരിച്ചു വേണ്ടി. അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, ജ്യേഷ്ഠൻ ദുബായിലോട്ട് പോകേണ്ടിയിട്ട് നാട്ടില് ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ഹുസൈൻ സാറിൻ്റെത്. പിന്നെയും ഫാമിലി ഒന്ന് വികസിപ്പിച്ച് അതൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പിന്നെയും പോയി. അങ്ങനെ 35 വർഷത്തെ പ്രവാസ ജീവിതം. അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനായി MBA ചെയ്തു. അങ്ങനെ 2 കുട്ടികളായി. ഒന്നാമത്തെ മകൻ UK മകള് മിച്ചിങ്ങളിലും വർക്ക് ചെയ്യാണ്. ഇപ്പോഴും സാറ് എല്ലാ പ്രവൃത്തികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല കാര്യം തന്നെ. അതേപോലെ JCS പോലുള്ള അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്ത് ചാരിറ്റി എല്ലാം ചെയ്യുന്നുള്ള നല്ല കാര്യമാണ്. അതേപോലെ സാറ് പറഞ്ഞ നമ്മളെ സമ്പാദ്യ ശീലം വളർത്താനും, പിന്നെ ഈ ഗൾഫിലേക്ക് നോക്കി മാത്രം പോവുക, നമ്മളെ അവസരങ്ങൾ ഉണ്ടായി അങ്ങനെ പോവുക, അത് പറഞ്ഞു തന്ന വളരെ നന്നായിരുന്നു. അതേപോലെയുള്ള നല്ല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലും നമ്മളെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ നല്ലതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാറിൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു അനിൽ സാർ. ഇനി നമ്മുടെ പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളുടെ സമയമാണ്. ആരാണ് ആദ്യം? അത്യാവശ്യമായി പോകേണ്ടവരാരാണ്? എല്ലാവരും പറഞ്ഞിട്ടേ പോകാം. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ? ആയിക്കോട്ടെ. ഞാൻ ജ്യോതി ആണ്. സാറിന്റെ ഇത് കേട്ടു. വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അമ്മയെ നോക്കാൻ നാട്ടിലെത്തുക, ഒരു നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് എത്തി അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു മനസ്സിനുടമയാണ്. കാരണം നമ്മളെ അത്രയും നാൾ സംരക്ഷിച്ചുകൊണ്ട് വരുന്നവരെ നമുക്ക് തിരിച്ചു ചെയ്യാൻ ജീവിതത്തിൽ ആകെ കിട്ടിയ ഒരു സന്ദർഭം. അത് നമുക്ക് ചെയ്തതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പൊ അത് ചെയ്തത് കൊണ്ട് തന്നെയാകാം സാറിന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ഉയർച്ചയും മക്കളാണേലും നല്ല നിലയിലെത്തിയതും എല്ലാം അതിന്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ സാറിന്റെ ആ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല മാതൃകയാക്കാൻ പറ്റിയ രീതിയിലുള്ള ആ സേവന പ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും ഇനിയും ഭഗവാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇനി ആരാണ്? ധൃതിക്കാര് ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ സുഹൃത്ത് വടക്ക് നിന്നായതുകൊണ്ട് നമ്മൾ പ്രതികരണങ്ങൾ തെക്ക് നിന്ന് തുടങ്ങട്ടെ. തിരുവനന്തപുരം നയനാർ സാർ. അവിടെ ഉണ്ട് സാർ. യെസ്. തലയൊന്ന് മേലോട്ട് വരട്ടെ. ഇവിടെ ലൈറ്റ് ഇല്ല, ഇപ്പൊ കറണ്ട് പോയി. അത് കുഴപ്പമില്ല. ആ ഫോൺ അവിടെ കയ്യിൽ നിന്ന് താഴെ അടക്കി വെച്ചിട്ട് പറഞ്ഞു. ഹുസൈൻ സാറിന്റെ ജീവിതാനുഭവങ്ങൾ കേട്ടു. നമ്മുടെ ഹുസൈൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ചെറായി ബീച്ചിലെ സംഗമത്തിലാണ്.
ചെറിയ ബീച്ചിലുള്ള പ്രോഗ്രാം അറേഞ്ച് ചെയ്തതും ഹുസൈൻ സാറും ബാസി സാറും കൂടെ ആയിരുന്നു. അതായിരുന്നു തുടക്കം. പിന്നെ സാർ 1956 ജനിച്ചു. 80 ദുബായിലോട്ട് പോയത്. ഞാനും 1980 ജോലിയിൽ കയറുന്നത്. പിന്നെ മിക്കവാറും സമപ്രായക്കാരാണ്. ഞാൻ 58 സാറ് 56 ആയുള്ളൂ. ഈ പറഞ്ഞ പോലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അധികം പങ്കെടുക്കുകയും അതൊരു ജീവിതത്തിന്റെ ശൈലിയായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഈ ഉയർച്ചയും ഇപ്പോഴത്തെ ജീവിത നേട്ടങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ വളരെ എന്താ പറഞ്ഞാൽ സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു തുടക്കം മുതൽ തന്നെയാണ്. പിന്നെ ഉമ്മയുടെ ആ കാലഘട്ടത്തിലെ ഉമ്മയുടെ വിദ്യാഭ്യാസവും ആ ജോലി നേടിയതായിരുന്നു അദ്ദേഹത്തിന് പിന്നെയുള്ള ആ കുടുംബം അവർക്ക് പുറത്തു കൊണ്ടുപോകാനുണ്ടായ ഒരു പിന്നെ കരുത്ത് നേടിയത്. തന്നെ ആ മക്കളെല്ലാം പാടുപെട്ട് വളർത്തി നിലയിലേക്ക് എത്തിച്ച ഉമ്മയ്ക്ക് വേണ്ടി സ്വന്തം ജോലിയും ഉപേക്ഷിച്ച് വന്നു അവരെയും നോക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ നന്മ അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ജീവിതാനുഭവമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, ജേക്കബ് സാറ് ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഓക്കെ. അപ്പൊ കൊല്ലത്ത് ആരുണ്ട്? സിന്ധുജി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സുഹൃത്തിനെ കേൾക്കാൻ പരിപാടിയില് ഹുസൈൻജിയുടെ അവതരണം വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജോഷി സാറിന്റെ കാര്യവും പറയാതിരിക്കാൻ വയ്യ. ഇത്രയും വയ്യായ്മകളിലും സാറ് വളരെയധികം ആക്റ്റീവോടെ ഇത് എടുത്ത് നടത്തുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. നമുക്കൊരു ഇച്ചിരി വയ്യായ്മ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നുന്ന ആ അവസ്ഥയിൽ ഇത്രയും കാര്യമായിട്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ജോഷി സാറിന് 1000 നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാറ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സുഹൃത്തിനെ സ്വാഗതം ചെയ്തതും ഒക്കെ കണ്ടു. അതിനും നന്ദി ഏൽക്കുകയാണ്. പിന്നെ ഹുസൈൻജിയുടെ കാര്യം കുറച്ചൊക്കെ അറിയായിരുന്നു. എങ്കിലും ഇത്രയും ദാനപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടപ്പോൾ അതും ഒരു സന്തോഷമായി. നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ അതും ഒരു സന്തോഷമായി. സാറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിടയാവട്ടെ. നമുക്കും അത് മാതൃകയായിട്ട് പിന്തുടരാം. അതിന് സാറിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ അനിൽജി, ഇത്രയും തിരക്കിനിടയില് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന കേട്ടു. അപ്പൊ ഇത് ഇന്ന് വളരെയധികം നന്നായിട്ട് ഇതിന്റെ ആദ്യ പ്രതികരണമൊക്കെ നടത്തിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഈ പ്രോഗ്രാം നന്നായി നടന്നു പോകട്ടെ. താങ്ക് യു. സുനിത എത്തിയിട്ടുണ്ടോ? അല്ലേ? ഓക്കെ, നിസ്സ ഇക്ക ഉണ്ടോ? ഉണ്ട്. രണ്ടുപേരും പറഞ്ഞോളൂ. ഒന്നിച്ചുള്ള പ്രതികരണം പറയാം അല്ലേ? ഒന്നിച്ചല്ല, ഓരോരുത്തർ പറയണം. പറഞ്ഞാൽ അതുകൊണ്ട് അറിയത്തില്ല. കേരള ഒരു എങ്ങനെയാണുള്ള പറഞ്ഞു. അപ്പം ഇന്ന് നമ്മുടെ പ്രിയ സുഹൃത്തായി നമുക്ക് മുന്നില് വന്നിരിക്കുന്ന നമ്മുടെ ഹുസൈൻജിയാണ്. നമ്മുടെ ഹുസൈൻജി ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇത്രയൊക്കെ ആയിരുന്നു ഒന്ന് അതിശയം തോന്നി. കാര്യം നമ്മള് രാവിലെ കയറുമ്പോഴത്തേക്ക് ഹുസൈൻജി അങ്ങനെ നമ്മള് സംസാരിക്കുന്ന വേളകളില് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലായി ഇന്ററാക്ഷൻ വരുന്നില്ല. പിന്നെ നമ്മളെ എല്ലാ ഗെറ്റ് ടുഗദറുകളിലും നമ്മൾ കാണും.
ഒരു പാവമായ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് നമ്മളോടെല്ലാം ചിരിച്ച് സന്തോഷിച്ച് അങ്ങ് പോവുകയാണ്. ഇതെല്ലാം ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. അപ്പം ജീവിതത്തില് തിരിഞ്ഞു നോക്കുമ്പോ സത്യത്തിൽ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തില് അന്ന് ഈ 1956 കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് അതിശയം തോന്നിയ ഉമ്മ ഒക്കെ ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള മലപ്പുറത്തൊക്കെ വിദ്യാഭ്യാസം ഇല്ല, അയ്യോ അവിടെ നേരത്തെ കല്യാണം കഴിപ്പിക്കും, പെൺപിള്ളേരെയൊക്കെ ശൈശവ വിവാഹമാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ ആ കാലഘട്ടത്തില് ആ ഉമ്മ അത്രയും വാശി പിടിച്ച് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു ജോലി കൈവരിച്ചത് ഉമ്മയുടെ ഖബറിലേക്ക് ഞാൻ അതിന്റെ ഒരു പിന്നെ പ്രാർത്ഥന അയക്കുകയാണ്. എന്ന് വെച്ചാൽ അത് കാരണം ആ മക്കള് വാപ്പാടെ ആ വിയോഗത്തിലെ മക്കളെ ഇത്രയും 5 മക്കളെയും നന്നായിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അത് പടച്ചവന്റെ ഒരു അനുഗ്രഹമാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടിയത് കൊണ്ട് ഹുസൈൻജിക്കൊക്കെ അതിൻ്റെതായ ഒരു അനുഗ്രഹം കിട്ടിയില്ലേ. പിന്നെ പ്രവാസ ജീവിതത്തിലും വിദേശത്ത് പോയി ഇത്രയും ഉയർച്ചയിൽ എത്താൻ കഴിഞ്ഞതും എല്ലാം അതിൻ്റെതായ ഒരു അനുഗ്രഹമാണ്. പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതാണ് ഏറ്റവും നമുക്ക് പറയാനുള്ളത്. അവസാന കാലഘട്ടങ്ങളില് ഇതൊന്നും ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുന്നില്ലല്ലോ. അത് ഒരു അഭിനന്ദിക്കാവുന്ന കാര്യമാണ്. വളരെയധികം സ്നേഹവും ആദരവും തോന്നുന്നുണ്ട് ഹുസൈൻജിയോട്. പിന്നെ പറയാനുള്ളത് ഇനിയും ഇതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും എല്ലാം ആവുന്ന കാലം വരെയും ഇതൊക്കെ തന്നെ ചെയ്ത് ഇങ്ങനെ പോകുമ്പം സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ തരും. മക്കളും എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു എന്താണ് മോട്ടിവേഷൻ കൂടിയാണ് ഹുസൈൻജിയുടെയൊക്കെ ഈ ജീവിതം ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്കും കൂടിയൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ ജോഷി സാർ ഇങ്ങനെ ഈ ഒരു പരിപാടി ഇത് സംഘടിപ്പിച്ചത് വളരെ നല്ല ഒരു ഇതായിട്ട് എനിക്ക് എത്ര ഓർത്തിട്ടും, കാര്യം ഇങ്ങനെ ഒരു ഐഡിയ വന്നത് കാരണം നമ്മുടെ ഈ ഇപ്പം നമ്മൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെന്ന് നിന്ന് ഞാൻ ഇങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണം. ചോദിക്കാത്ത കാലത്തോളം നമ്മൾ തമ്മിൽ അറിയുകയില്ല, കണ്ടങ്ങ് പോകും. പക്ഷെ ഈ ഒരു അവതരണം കാരണം നമുക്കിപ്പം ഈ 14 അംഗങ്ങളെ ഇതില് 13 പേരെ ഞാൻ കേട്ടു, ഒരെണ്ണം എനിക്ക് മിസ്സായി. ജോഷി സാറിനെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ഡിസംബറിലായിരുന്നു 2000 അത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള ഫസ്റ്റ് ഇത് മുതൽ കേൾക്കുന്നത്. പക്ഷെ ആ അത്ര ആൾക്കാരെ നമുക്ക് എന്താണെന്ന് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നും ഇൻട്രൊഡ്യൂസിന്റെ കാര്യമേ ഇല്ല. അപ്പൊ നമുക്ക് ഈ 14 പേരുടെ ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഓരോ മോട്ടിവേഷൻസ് കിട്ടുകയാണ് ഞാൻ നോക്കിയിട്ട്. അപ്പം ഇനിയും ഇതുകൊണ്ട് ഈ പരിപാടി ഇതിവിടെ നിർത്താതെ ഇതിൽ ആരെങ്കിലും ഒക്കെ ഇത് നല്ല കഴിവുള്ള നമ്മുടെ ഈ ഗ്രൂപ്പ് അംഗങ്ങള് ഇതുപോലെ തന്നെ ജോഷി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് വിട്ടൊഴിയല്ലേ എന്ന് പറഞ്ഞിട്ട് സാറിന് കഴിയില്ല എന്നാ സാറ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ബാക്കി നമ്മുടെ പ്രിയപ്പെട്ടവര് തന്നെ ഇത് ഏറ്റെടുത്ത് എല്ലാ മാസവും ഇതുപോലെ നമുക്ക് എന്ത് സന്തോഷമാണ് ആ ഏറ്റവും മാസം അവസാനത്തെ സൺഡേയിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി നമ്മൾ ഈ പരിപാടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇല്ലാതാക്കരുത്. പുനർനവയുടെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനൊരു 3-4 ഗ്രൂപ്പുകളിൽ വേറെ ഉണ്ടെങ്കിലും അവിടെ ഒന്നും കാണാത്ത പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ സാന്ദ്രലയം ആയാലും. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തിപ്പോവല്ലേ എന്നൊരു അപേക്ഷ ഉണ്ട്. ജോഷി സാർ തന്നെ അതിന് നേതൃത്വം നൽകി ആരെങ്കിലും കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കണം. അപ്പൊ എല്ലാ ഇതും ഹുസൈൻജിക്കും നമ്മുടെ ജോഷി സാറിന് എല്ലാവിധ ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകളും വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ആദ്യത്തെ ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാ അംഗങ്ങളെയും നല്ലപോലെ പരിചയമില്ല. ഹുസൈൻ സാറിനെ ആദ്യമായിട്ടപ്പം ഞാൻ കാണുന്നത് വന്ന ശേഷം, ഗ്രൂപ്പിൽ വന്ന ശേഷം. സാറ് ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് സാറിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും സാറിന്റെ ജീവിതത്തിൽ സാറ് സക്സസ് തന്നെയാണ്. പ്രവാസി എന്നുള്ള ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം സക്സസ് ആയിട്ട് ചാരിറ്റി പ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ മാതാവിന്റെ കാര്യം പറഞ്ഞത്,
മാതാവ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വർഗമാണ്. മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ സ്വർഗം. ഇതേ കണക്കൊരു മാതാവ് എനിക്കും ഉണ്ട്. മാതാവാണ് ഞങ്ങളെ വളർത്തിയത്. അതായത് അത് സാർ മാതാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് ആയി. നമ്മുടെ കുടുംബത്തിന്റെ ഞങ്ങളെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് മാതാവാണ്. അതാണ് മാതാവിന്റെ പ്രാധാന്യം. മാതാവിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുള്ള മുന്നോട്ടുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നമ്മൾ ആ ചിറകിന്റെ അടിയിൽ നിന്ന് വളർന്നു കയറി. മാതാവ് അവിടെ നിന്ന് പിഴച്ചായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിലൊന്നും എത്തത്തില്ലായിരുന്നു. അത് ഏറ്റവും നല്ലൊരു സക്സസ് ആയ ജീവിതം സാറിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മാതാവ് തന്നെയാണ്. മാതാവിനെ എൻ്റെ വളരെ നന്ദി. എൻ്റെ ഭാര്യ പറഞ്ഞ കണക്ക് പ്രാർത്ഥനയുണ്ട്. പിന്നെ സാറിന്റെ ജീവിതത്തിൽ സക്സസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. പ്രവാസിയായി എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10 വർഷം ഞാൻ പ്രവാസിയായിട്ടിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, കുടുംബത്തിൽ ഒത്ത് നിൽക്കുക, അവരുമായിട്ട് നിൽക്കുക. അങ്ങനെ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന ആളാണ്. പിന്നെ ഇവിടുന്ന് ഒന്നിച്ച് ചേർന്ന് പിടിച്ച് കയറിയതാണ്. അപ്പം എനിക്ക് വേറൊന്നും പറയാനില്ല. സാറ് ഈ പിന്നെ ചാരിറ്റി പ്രവർത്തനം കൂടുതൽ ഞാൻ പറഞ്ഞ് ആക്കുന്നില്ല. ഓക്കെ. ജോഷി സാറിനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ ഞാൻ വരും. ജെമിൻസ പറയുന്നതിൽ നിന്ന് ജോഷി സാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാറിന് നമസ്കാരം. ഓക്കെ, താങ്ക് യു. കൊല്ലത്ത് നിന്ന് എല്ലാവരും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ശരി. പള്ളികുന്നം ബിന്ദു ജി ഉണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ കഴിഞ്ഞു. പിന്നെ ജ്യോതി ടീച്ചറും കഴിഞ്ഞപ്പോൾ ബേബിച്ചനും പോയി കാണുമല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടായിരുന്നു, പോയി. ഓക്കെ. പിന്നെ വരുമ്പോൾ ഗീത ടീച്ചറാ, രവിച്ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഹുസൈൻ സാറിൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം കേട്ടു, വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. എൻ്റെ ഒരു സഹോദര തുല്യനാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കും. പക്ഷെ ഇതുപോലുള്ള രഹസ്യങ്ങളൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും വളരെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, ചാരിറ്റി ചെയ്ത്, പാട്ട് പാടാനായിട്ട് എന്നെ എപ്പോഴും നിർബന്ധിക്കുന്നുണ്ട്. ഫോണിൽ കൂടെ പാടുക, അല്ലെങ്കിൽ ഇവിടെ ഗെറ്റ് ടുഗദർ വരുമ്പം അവിടെ പാടണം, നമുക്ക് ഒരുമിച്ച് പാടണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിന് എന്തായാലും ജീവിതാനുഭവങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. വെളിയിലാണെങ്കിലും, അതായത് പിന്നെ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തി സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകൾ നേരുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം ഹുസൈൻ സാറിന് നേരത്തെ പോകണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണിക്കങ്ങാണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട്. അപ്പം എല്ലാവരും നമുക്ക് ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറയണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലത്. എന്തായാലും കേൾക്കേണ്ടവരത് കേൾക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഹുസൈൻ സാറ് നന്നായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹുസൈൻജി ബ്രദർ, നമ്മള് വലിയ കൂട്ടാണ് പാട്ട് പാടുന്ന കാര്യത്തിലൊക്കെ. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മൾ നിർവചിക്കുന്നത്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ നിർവചിക്കുന്നത്. അപ്പൊ സാറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സാറ് നിർവചിച്ചു കഴിഞ്ഞു. വേറൊന്നും പറയാനില്ല. വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ചാരിറ്റി പ്രവർത്തനമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം സാറെടുത്ത നിലപാടുകൾ, സാറിന്റെ ആറ്റിറ്റ്യൂഡ്സ് വളരെ നന്നായി. അതുകൊണ്ട് തന്നെ സാറിന്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരാൾ നമ്മൾ ഉയർച്ചയ്ക്ക് ഒരാൾ അമ്മയാണ്. അമ്മ എനിക്ക് എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം നമ്മൾ എപ്പോഴും വഴക്ക് പറയാൻ അമ്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കുട്ടിയായിട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും പലമൂന്ന് വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കാൻ വരും, കൈ വാങ്ങും. അപ്പൊ ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇപ്പോഴും കുട്ടിയായിട്ടിരിക്കാൻ പറ്റുന്നത്, എൻ്റെ കൊച്ചച്ഛൻ ഉള്ളതുകൊണ്ട് എനിക്ക് കുട്ടിയായിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾക്ക് അതൊരു ഭാഗ്യമാണ്. അമ്മ തീരെ ചെറുപ്പത്തിൽ അമ്മ ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അമ്മ ഇപ്പോഴും 81 ഇപ്പം. അപ്പം അമ്മ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. അപ്പൊ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ് എൻ്റെ അമ്മയെ. സത്യം പറയാം. അതുപോലെ എന്നെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും.
ഇപ്പോഴും ഇടപെടും. അപ്പൊ ഹുസൈൻ സാറിന്റെ അമ്മ കാണിച്ച ആ ഒരു അമ്മയുടെ ആ ഒരു നിസാംജി പറഞ്ഞ പോലെ അമ്മയുടെ ചിറകിനടിയിൽ നിന്ന് അമ്മ നമ്മളെ പറക്കാൻ വിട്ട ഇങ്ങനെ അപ്പം നമ്മൾ തുടർന്ന് ഇങ്ങനെ വിട്ടു. ആ അമ്മയ്ക്ക് വേണ്ടി തിരിച്ചു വന്നു. വലിയ മനസ്സിന് ഉടമയാണ്. ചാരിറ്റി പ്രവർത്തനം എല്ലാം കൊണ്ടും. മെഹ്റൂവിനെ പറ്റി കൂടുതൽ കേൾക്കാൻ ഞാൻ കരുതിയിരിക്കുന്ന ഒന്നും കൂടുതൽ പറഞ്ഞില്ല. എന്നാലും കാണണം എന്നുള്ള എനിക്ക് ആ വ്യക്തിയെ മെഹ്റൂൻ മീസ എന്ന് പറയുന്ന സാറിന്റെ ജീവിത സഖിയെ മക്കളൊക്കെ നന്നായി. അപ്പൊ എല്ലാവിധ ആശംസകളും ഇനി അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്ത് വരത്തേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാ ഭാഗങ്ങളും. അംബികാജി. ഉണ്ട് സാറേ. പുനർനവയിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ജോഷി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സാറ് വീണ്ടും ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. സാറിനത് സാധിക്കും. സാറിന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഇനിയും സാധിക്കും. ഇത് വളരെ നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും നമ്മൾ ഇതിലൂടെ കാണുമ്പോൾ അടുത്തറിയാൻ സാധിക്കില്ല. അത് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് സാറ് മനസ്സ് വെച്ചാൽ നടക്കും. പിന്നെ ഹുസൈൻ സാറുമായിട്ട് നേരിട്ട് ഉള്ള കുറച്ച് പരിചയമുണ്ട്. ജ്യോതിജിയുടെ മോളുടെ വിവാഹത്തിന് ഞങ്ങൾ ആലപ്പുഴ മുതൽ ഹരിപ്പാട് വരെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് വളരെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിന്റെ വളരെ വിനയത്തോടു കൂടിയുള്ള സംസാരവും ലളിതമായ പെരുമാറ്റവും എല്ലാവരെയും വളരെ ആകർഷിക്കുന്നതാണ്. സാറിന്റെ ഈ കഥ അവതരിപ്പിച്ചത് വളരെ ഭംഗിയായിരുന്നു, വളരെ സുന്ദരമായിരുന്നു. ഒരു പ്രവാസിയുടെ ജീവിതത്തെക്കുറിച്ച് സാർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അതുപോലെ സാറിന്റെ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ചും ഇതുവരെ അറിയില്ലായിരുന്നു, അതറിയാൻ കഴിഞ്ഞു. ജീവിതത്തിൽ പൈസ സമ്പാദിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതും വളരെ നല്ല വാക്കുകളായിരുന്നു. പിന്നെ സാറിന്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഒരു സ്ത്രീ എങ്ങനെ വേണം എന്നുള്ളത് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാറിന് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി ആലപ്പുഴയിൽ നിന്ന് ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാലകൃഷ്ണൻ സാറ് പറഞ്ഞില്ലല്ലോ കൊല്ലത്തുനിന്ന്. അദ്ദേഹത്തിന് അവസരമുണ്ട്. സ്വാഗതം പറഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞില്ല, എന്റെ പ്രതിനിധി പറഞ്ഞു. ബാലകൃഷ്ണൻ സാറിന് പറയാം, വിലയിരുത്തൽ നടത്തിക്കോളൂ. പിന്നെ ഹുസൈൻജി പറഞ്ഞതൊക്കെ ശ്രദ്ധാപൂർവം കേട്ടു. അതൊരു പുതിയ അനുഭവമായിരുന്നു. വരും തലമുറകൾക്ക് ഒരു മാതൃകയാണ് ഹുസൈൻജി. ഇനിയും ഇതുമാതിരി പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് ദൈവം ആരോഗ്യങ്ങൾ കൊടുക്കട്ടെ. വേറൊന്നും പറയാനില്ല. ഓക്കെ, ആലപ്പുഴക്കാരൻ ഞാൻ അവശേഷിക്കുന്നത് കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഹുസൈൻ സാറിന് ഏറെ നന്ദി അറിയിക്കുന്നു. നന്നായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന കൂട്ടാളികളായ ആളുകൾ, ഈ പരിപാടിയെ അണിയിച്ചൊരുക്കുന്ന സ്വാഗതം ആശംസിച്ച ബാലകൃഷ്ണൻ സാർ, അനിൽ സാർ, പിന്നീട് ഇനി വരാനിരിക്കുന്ന അനിതാജി. ഏതാണ്ട് ഹുസൈൻ സാറ് നമ്മുടെ പഴയ മുഖമാണെങ്കിലും എപ്പോഴും എല്ലാവരും കാണുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരുതരം പുതുമയുടെ ആളുകളാണ് ഈ തവണത്തെ പരിപാടി അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ ഹുസൈൻ സാറിനെ എല്ലാവരെയും കഴിഞ്ഞ ഏതാണ്ട് ഫെബ്രുവരി മാർച്ചോടുകൂടി ഫിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് എല്ലാവരെയും പലവട്ടം അറിയിക്കും, പലതരത്തിൽ ഈ ആളുകളെ അതിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലൊക്കെ നിരവധി വൈതരണികളുണ്ട്. അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് നടത്തുന്നത്. അതിലിനി ഈ ഹുസൈൻ സാറിലേക്ക് വരുമ്പോൾ,
ഇത്രമാത്രം തിരക്കുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. നമ്മൾ അറിയുന്നതും നമ്മൾ കാണുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതുമായ ഒരാളല്ല ഈ സാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടനവധി പ്രാവശ്യം ഞാൻ സാറിനെ വിളിക്കുകയും ഇതിലേക്ക് സാർ അതെല്ലാം വളരെ നന്നായി, സാറിന്റെ ആ വലിപ്പമൊന്നും പരിഗണിക്കാതെ എന്നെ കേൾക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും, ഒരുപക്ഷെ സാറ് പറയാൻ ആഗ്രഹിച്ച് തയ്യാറാക്കിയത് മുഴുവൻ പറഞ്ഞില്ല. കാരണം സമയം അല്പം മുന്നോട്ട് പോയത് കൊണ്ടും സാറിന് ഉൾപ്പെടെ പോകേണ്ടത് കൊണ്ടും സാർ അതിനെ കട്ട് ഷോർട്ടാക്കിയതാണ്. ഓക്കെ, എങ്കിലും വളരെ മനോഹരമായിരുന്നു. ബാക്കി എന്തെങ്കിലും പറയാനുള്ളത് അടുത്ത സാറിന്റെ മറുപടി പ്രസംഗത്തിൽ സാറിനെ കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. അപ്പോൾ അതും പൂർത്തീകരിക്കപ്പെടും. അപ്പൊ ഈ തിരക്കിന്റെ ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് 10 കഴിഞ്ഞപ്പോൾ വിളിക്കും. വളരെ ദൂരെ അദ്ദേഹം ഒരു സ്ഥലത്താണ്. ഇനി അവിടുന്ന് ഡ്രൈവ് ചെയ്ത്, അത് കഴിഞ്ഞ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിയത് ഇന്ന് രാത്രി 1 മണിക്കാണ്. അല്ല, ഈ വെളുപ്പിനെ 1 മണിക്ക് വന്ന ഉടനെ എനിക്ക് മെസ്സേജ് ഇട്ട്, ഞാനിപ്പോ ഇങ്ങ് വന്നതേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയിട്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ ഉടനെ തന്നെ കയറുകയാണെന്ന്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഓരോ വിളിക്കുമ്പോഴും ഒന്നുകിൽ ഇവിടെയാണ്, അല്ലെങ്കിൽ ഗൾഫിലാണ്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലാണ്, അല്ലെങ്കിൽ കണ്ണൂരാണ്, ഈ തമിഴ്നാട്ടിലാണ്. ഇങ്ങനെ യാത്രകൾ കൊണ്ട് വളരെ അലങ്കൃതമായ ഒരു വലിയ മനുഷ്യൻ. എന്നാൽ അതിൻ്റെ ഇടയിൽ എല്ലാം പറയും, ഞാൻ ഇതൊക്കെയാണെങ്കിലും പിന്നെ ഞാനിത് ചെയ്യും, ഞാനിതെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് സാറ് ഓരോ തവണയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സാർ ഇന്ന് അവതരിപ്പിച്ച ഈ പരിപാടിയെ ഞാൻ ഏറെ അഭിമാനത്തോടെ കാണുകയാണ്. സംഭവബഹുലമായ ഒരു വലിയ ജീവിതം. ഇന്ന് കാണുന്ന കളർഫുൾ ഒന്നുമല്ല ഇതിന്റെ തുടക്കം. 80-ലൊക്കെ ഈ പ്രവാസിയായി അവിടേക്കൊക്കെ പോകുമ്പോൾ എത്രമാത്രം പിന്നെ കാലാവസ്ഥയോടൊക്കെ തന്നെ പൊരുതേണ്ടതുണ്ട്. അതിനിടയിൽ അദ്ദേഹം തൻ്റെ മക്കളെ ഗംഭീരമായി പഠിപ്പിച്ചു. ലഭിക്കാവുന്ന നല്ല വിദ്യാഭ്യാസം നൽകി. 2 പേരും നല്ല ഉദ്യോഗത്തിലും പ്രവേശിച്ചു. അദ്ദേഹത്തിന് ഏറെ അഭിമാനിക്കുക. ഒരുപക്ഷെ ഇനി അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് ചോദിച്ചാൽ വേറൊരർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല എന്ന് പറയാമെങ്കിൽ കൂടെയും അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകുന്ന അവസ്ഥയിലാണ് കുടുംബത്തിന്റെ ഇന്നത്തെ ഭദ്രത എന്നുള്ളതിനെ നമുക്ക് ആശ്വസിക്കാം. സമൂഹത്തിൽ മനുഷ്യരോടുള്ള വലിയ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ അവതരണത്തിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പുനർനവയുടെ പരിപാടികളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഈ ഗെറ്റ് ടുഗദറിൽ എല്ലാം ദൂരത്തിൽ വന്ന് വളരെ പെട്ടെന്ന് വന്ന് ഒരു നിശബ്ദനായി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ ഓളമൊന്നും വെക്കുന്ന ആളായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ശാന്തമായി എല്ലാവരോടും സഹകരിക്കുന്ന ആ ഒരു വലിയ മനസ്സിന്റെ ഉടമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. ഇനിയും ഒത്തിരിയുണ്ട്. എല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, സാറിനും പറയാനുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം ഒരു ഫ്രെയിമിൽ സമയബന്ധിതമായി അവതരിപ്പിക്കേണ്ടത് കൊണ്ട് അതൊക്കെ ഇങ്ങനെയായി. തീർച്ചയായിട്ടും സാറിന് അഭിമാനിക്കാം. ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കൂടി ചാരിതാർത്ഥ്യവും തോന്നുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് നന്മകൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് പ്രദീപ് സാറും കുടുംബവും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവിൽ? ജയശ്രീയോ? ഞാനുണ്ട്. ഉണ്ട്. ഓക്കെ ജയശ്രീ പറഞ്ഞോളൂ. സാറേ ഞാൻ പറയട്ടെ? ജയശ്രീ പറയാ. ആയിക്കോട്ടെ, ജയശ്രീ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. രാജേഷ് പറഞ്ഞോളൂ, എനിക്ക് ധൃതിയില്ല. ആയിക്കോട്ടെ. ഓക്കെ.
പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സരാശംസകൾ നേരുന്നു. സൗമ്യനായ ഹുസൈൻ സാറിനെ പ്രത്യേക ബഹുമാനത്തോടെയാണ് ഞാൻ എന്നും കാണാറുള്ളത്. എന്താന്ന് വെച്ചാൽ, സുഹൃത്തിനെ കേൾക്കാം എന്ന പരിപാടി ഞാൻ അവതരിപ്പിച്ച ശേഷം ഉടനെ തന്നെ സാർ എനിക്കൊരു ദീർഘമായ ഓഡിയോ മെസ്സേജ് അയക്കുകയുണ്ടായി. എത്ര സ്നേഹത്തോടെയായിരുന്നു അത് അയച്ചതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വെച്ച് കേൾക്കാറും ഉണ്ടായിരുന്നു. സാറിന് അത്രയും ഒരു അടുപ്പം സാറിനോട് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെല്ലാരും വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത്. നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് സാറിന് ഇത്രയും നല്ലൊരു ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവാൻ സാധിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ കയ്യൂക്കുള്ളവൻ തന്നെയല്ല കാര്യക്കാരൻ എന്ന് സാറിന്റെ ജീവിതം തെളിയിച്ചിട്ടുണ്ട്. സാറ് വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ തന്നെ നിശബ്ദനായി എങ്ങനെ സമൂഹത്തെ സേവിക്കാം എന്ന ഒരു നല്ല മെസ്സേജാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ. അതാണ് നമുക്ക് പറഞ്ഞു തന്ന ഇന്നത്തെ ഒരു വലിയ മെസ്സേജ്. ഇത്രയും ഒരു വലിയ മനുഷ്യനായിട്ട് പോലും നമ്മുടെ ഗെറ്റ് ടുഗദറിനൊക്കെ വന്ന് സാറിന്റെ ആ നാടകമൊക്കെ അഭിനയമൊക്കെ എന്നും നമ്മൾ ഓർത്തിച്ചിരിക്കാറുണ്ട്. സാർ എത്ര സരസമായിട്ടാണ് അതെല്ലാം അവതരിപ്പിച്ചതെന്നൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. അപ്പം ഹുസൈൻ സാറിന് ജീവിതത്തിൽ ഇനിയും നന്മകൾ ഉണ്ടാവട്ടെ. ഇതിന്റെ നടത്തിപ്പുകാരനായ ജോഷി സാറിനും എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, പ്രദീപ് സാറ് കൂടി ചേർന്നോളൂ. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ പടം വന്നില്ലല്ലോ. ഒരു മിനിറ്റ്. റെഡി. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ എല്ലാ മാസവും ഉള്ള പോലെ 14ാമത്തെ മാസവും ജോഷി സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിൽ വളരെ സന്തോഷം. അതിന് തന്റെ അനാരോഗ്യത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായി ഇത് ഓർഗനൈസ് ചെയ്യുന്ന ജോഷി സാറിന് ആദ്യം തന്നെ എൻ്റെ ഭാവുകങ്ങൾ അറിയിക്കുകയാണ്. ഞാനിന്ന് കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഹുസൈൻജിയുടെ ഇന്നത്തെ സംസാരം നമുക്ക് വളരെ അറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോൾ 1-2 കാര്യങ്ങളാണ് എനിക്ക് ഇതുമായിട്ട് പ്രധാനമായിട്ട് ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തില് സന്തോഷവും സമാധാനവും ഉയർച്ചയും ഒക്കെ ആയിട്ട് ജീവിച്ചു പോരുന്ന, ആരോഗ്യപരമായിട്ടൊക്കെ ജീവിതം നയിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഇവരുടെ ജീവിത വിജയത്തിന്റെ പിന്നിൽ എന്താണ് എന്ന് പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അതിന് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഹുസൈൻജിയുടെ ജീവിതത്തിലും ഏറ്റവും കൃത്യമായിട്ട് അത് കാണുന്നു എന്ന് ആണ് എനിക്ക് കാര്യത്തിൽ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. സത്യസന്ധരായ ആൾക്കാർ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാർ, കുടുംബത്തിനോട് അടുപ്പവും സ്നേഹവും, കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളെ മാറ്റിവെക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല രീതിയിലും ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ജീവിതത്തിൽ നമുക്ക് സന്തോഷം നേടണമെങ്കിൽ, സന്തോഷകരമായ ഒരു ജീവിതം നേടണമെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഹുസൈൻജിയുടെ ജീവിത കഥയിൽ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഉമ്മയോടുള്ള, കുടുംബത്തോടുള്ള വലിയ ആദരവ്, ബഹുമാനം, സ്നേഹം. അതിനു വേണ്ടിയിട്ട് ആ ഉമ്മ വളരെ ത്യാഗോജ്വലമായ ജീവിതമാണ് നയിച്ചത്. 5 കുട്ടികളെ വളർത്തുക, വളരെ ചെറുപ്പത്തിലെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം സ്വന്തം
കഠിനാധ്വാനം കൊണ്ട്, പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൽ അന്ന് ഇങ്ങനെ പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോകുക എന്നുള്ള ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്തൊരു സമയത്ത് നന്നായി പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ജോലിക്ക് പോകാൻ താല്പര്യം കാണിക്കുകയും അതുവഴി തൻ്റെ കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്ത ആ ഉമ്മയോടുള്ള അഗൈതവുമായ സ്നേഹവും ബഹുമാനവും ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്. അപ്പൊ ഈ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഗുരുത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ ഇത്രമാത്രം ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ ഈ ശരിക്കും നമ്മുടെ മുതിർന്ന ആൾക്കാരോട്, നമ്മുടെ ജീവിതത്തിൽ സഹായിച്ച ആൾക്കാരോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മളെ പഠിപ്പിച്ച ആൾക്കാരോട്, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നേർവഴിക്ക് നയിച്ച, നമുക്ക് നല്ല പാഠങ്ങൾ നേരിട്ടും അല്ലാതെയും പകർന്നു തന്ന ആൾക്കാർ, ഇവയൊക്കെ ഗുരുക്കന്മാരായി നമുക്ക് കണക്കാക്കണം. ഈ ഗുരുക്കന്മാരോടുള്ള ആദരവും ബഹുമാനവും അവരോടുള്ള സ്നേഹാദരങ്ങൾ, സ്നേഹ ബഹുമാനങ്ങൾ ആണ് ഗുരുത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഗുരുത്വം ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഈ പുതിയ തലമുറയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഗുരുത്വം നന്നായിട്ടുള്ള ഒരാളാണ് ഹുസൈൻജി. അതാണ് ശരിക്കും പറയാൻ നമുക്ക് നമ്മൾ ലക്ക് എന്നൊക്കെ പറയുമെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ബ്ലെൻഡാണ്. ഇങ്ങനത്തെ പല പ്രവൃത്തികളുടെയും ബ്ലെൻഡാണ് നമുക്ക് ഈ ലക്ക് എന്ന് പറയുന്നതായിട്ട് നമ്മുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സേവന മനസ്ഥിതി, അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ധാരാളം, ഏത് അവസരത്തിലും അദ്ദേഹം സേവന തൽപരനാണ്. അതിനു വേണ്ടിയിട്ട് ധാരാളം ഗ്രൂപ്പുകളെ, അസോസിയേഷനുകൾ ഉണ്ടാക്കുകയും വളരെയധികം പ്രവാസ ലോകത്തും നാട്ടിലും വേണ്ട വളരെ കാര്യമായ സേവന മനസ്ഥിതിയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പത്തെ ഗ്രൂപ്പിലും നമ്മൾ ഒരു ചില സെഗ്മെന്റ്സ് ഉണ്ടാക്കിയപ്പോൾ ഹുസൈൻ സാറിനെ അതിൻ്റെ സഹായനിധിയുടെ തലപ്പത്തിരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ സേവന തൽപരനാണ് എന്നുള്ളത് കൊണ്ടാണ്. ജോഷ് സാർ തന്നെയാണ് ഒരിക്കൽ ആ ഒരു കാര്യം എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ സേവന മനസ്ഥിതി വളരെ ക്രിട്ടിക്കലാണ്. ഈ സേവന മനസ്ഥിതി ഉണ്ടായിരിക്കുക, അതും നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ ജീവിതത്തിന് വളരെയധികം തുണയ്ക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഈ കഠിനാധ്വാനത്തിന്റെ ഒരു വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്, അതിനുള്ളൊരു മനസ്ഥിതിയാണ്. വളരെ നിശബ്ദമായിട്ട്, ഇപ്പം പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞ പോലെ നിശബ്ദമായിട്ട് തൻ്റെ ജോലികൾ ചെയ്തു തീർക്കുക, ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുക, ആർക്കും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ആരോടും വലിയ എന്താ പറയുക ഒരു രീതിയിലുള്ള ഡിസ്പ്യൂട്ടുകളും ഉണ്ടാക്കാതെ വളരെ സൗമ്യനായിട്ട് ഈ തൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള അതിൻ്റെ പിന്നിലൊരു അധ്വാനം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ വലിയ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ നിന്ന് ഉൾക്കൊണ്ട അധ്വാനിക്കാനുള്ള ടെൻഡൻസി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം രണ്ടാമത് തിരിച്ച് പ്രവാസിയായിട്ട് പോവുകയും അവിടെ പല കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നതിനൊക്കെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. നമ്മൾ കാണുന്ന പല, ഇപ്പം ഇന്നലെ തന്നെ ഇപ്പം ജോഷ് സാർ തന്നെ പറഞ്ഞു, രാത്രി 1 മണിക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്കൊക്കെ പോവുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ വളരെ ആത്മാർത്ഥമായ ഒരു അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അദ്ദേഹം ഈ പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അധ്വാനിച്ച് പ്രവർത്തിക്കാനൊക്കെ സാധിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഈ പലപ്പോഴും പല ആൾക്കാർക്കും മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ തട്ടകം വിട്ട് കുറച്ചൊന്ന് മാറി പോയി കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം ദുബായി പോയിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ 5 വർഷത്തെ കാലഘട്ടം കൊണ്ട് തന്നെ അറബി നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയും അറബി പഠിച്ചത് കൊണ്ട് തന്നെ അതിനുശേഷമുള്ള 2ാം ഇന്നിങ്സ് പ്രവാസ ജീവിതം അദ്ദേഹത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ട് അത് പ്രയോഗിക്കാൻ സാധിച്ചു. കാരണം അവിടെ ആൾക്കാരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവണം. നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു രാജ്യക്കാരനായ ഒരാൾക്ക് കിട്ടുന്ന അവസരങ്ങളും വളരെ വലുതായിരിക്കും. അപ്പം അദ്ദേഹം ആ രീതിയിലും വളരെ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ ഈ 3 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമാക്കി തീർക്കുകയും ഏറ്റവും അർത്ഥവത്താക്കി തീർക്കുകയും അദ്ദേഹത്തിന് ഏറ്റവും സുന്ദരമായ
കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ സ്വന്തം ജീവിതം മാതൃകയാക്കി സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഉയർത്തി നല്ല ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ അത് വലിയൊരു മഹത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ യോഗയിലൊക്കെയുള്ള സ്ഥിരമായി പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന വഴി അദ്ദേഹം സ്വന്തം ആരോഗ്യവും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഏറ്റവും സന്തോഷകരമായ രീതിയിൽ നിലനിർത്താൻ അദ്ദേഹം സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നമ്മുടെ ഹുസൈൻജിക്കും ഹുസൈൻജിയുടെ കുടുംബത്തിനും സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ജയശ്രീ. ഉണ്ട് സാറേ. എല്ലാവർക്കും നമസ്കാരം. പുഴകളാൽ സമ്പുഷ്ടമായ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹുസൈൻ സാറിൻ്റെ അവതരണം വളരെ നന്നായി. സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ടെങ്കിലും സാറിനെ കൂടുതൽ അറിയാൻ സാധിച്ചത് ഇന്നാണ്. അപ്പോൾ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി സാറിൻ്റെ കുടുംബത്തോടുള്ള അല്ലെങ്കിൽ അമ്മയോടുള്ള അതിയായ സ്നേഹം മൂലം ജോലി പോലും ഉപേക്ഷിച്ച് തിരിച്ചു വന്നപ്പോൾ തന്നെ ആ മനസ്സിൻ്റെ നന്മ മനസ്സിലായി. പിന്നെ പ്രവാസ ജീവിതം, അവിടെയും സാറ് വളരെ നന്നായി ആർട്ടിസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് കലാപരമായ സാറിൻ്റെ ഇടപെടലുകൾ അത് ഗെറ്റ് ടുഗദറിലൊക്കെ മനസ്സിലാവുന്നതാണ്. നമ്മുടെ രവിയേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അന്നത്തെ ആ ഒരു പ്രോഗ്രാമും എല്ലാം മനസ്സിൽ ഓർമ്മ വന്നു. അപ്പോൾ പാട്ടിനോടും ഒക്കെയുള്ള സാറിന് ആ ഒരു കലാപരമായ ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് നേരത്തെ മനസ്സിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ JCI, IMA, പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നിവയിലൂടെയൊക്കെ സാറ് നടത്തുന്ന സാമൂഹ്യ സേവനം, അപ്പോൾ ആ ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്, അത് സത്യം പറഞ്ഞാൽ ആ ഒരു സാറിൻ്റെ നന്മകളാൽ സമ്പുഷ്ടമായ ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. കാരണം അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സാറിനെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ എത്ര നന്മയുള്ള മനസ്സാണ് സാറിൻ്റെന്ന് അറിയാൻ എനിക്ക് സാധിച്ചു. കാരണം ഒരു ദിവസം ഇതുപോലെ എൻ്റെ വീടിൻ്റെ ഡോറ് ക്ലോസ്ഡ് ആയിപ്പോയി. എനിക്ക് അകത്ത് കയറാൻ ഒരു നിർവാഹവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെ കോണ്ടാക്ട് ചെയ്യണം? കാരണം തുറക്കാൻ പറ്റില്ല, ഡോറ് തുറക്കാതെ എനിക്ക് ഉള്ളിൽ പ്രവേശിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാറിൻ്റെ ഹെൽപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം സാറ് മഞ്ചേരിയിലാണ്, അത് അത്രയും ദൂരം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സാറ് കോട്ടയത്ത് എത്തിയതിനെന്ന് എനിക്ക് അന്നത്തെ ആ ഒരു സംഭവത്തിലൂടെ മനസ്സിലായി. കാരണം അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് കോട്ടയത്തുള്ള അല്ലെങ്കിൽ അടുത്ത ജില്ലകളിലുള്ള ആ ഒരു എല്ലാവരുടെ ഫോൺ നമ്പർ കുറേ ആളുകളെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയെല്ലാം പറഞ്ഞു ഒരു രാവിലെ ക്ലോസ്ഡ് ആയ സംഭവം എനിക്ക് അകത്ത് കയറാൻ സാധിച്ചത് ഈവനിങ്ങിലാണ്. അതുവരെയും സാറ് ആ ഒരു സംസാരത്തിലൂടെയും അത് ഒരുപാട് ഹെൽപ്പ് അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ എത്രത്തോളം നന്മയാണ്. കാരണം സാറിനെ അടുത്തറിയുമ്പോൾ ഒട്ടും അറിയില്ല. നമ്മൾ ഗെറ്റ് ടുഗദറിലാണേലും ഒക്കെ കാണുമ്പോൾ വളരെ വിനയം, എളിമ, സൗമ്യത, ആ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ നമുക്ക് അധികം അറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പം അന്ന് ആ ഒരു സംഭവത്തോടു കൂടി എനിക്ക് വളരെ മനസ്സിലായി ഒരുപാട് നന്മയുള്ള ഒരുപാട് ആളുകളെ സഹായിക്കാൻ. പക്ഷെ ആ ഒരു നല്ല മനസ്സൊക്കെ ഇപ്പോഴാണ് എനിക്ക് എങ്ങനെ, അതായത് ആ വീട്ടിൽ നിന്നും കിട്ടിയ ആ വീടിനോടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെയും ആ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ നമുക്കുണ്ടാകുന്ന മറ്റുള്ളവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അത് സഹായിക്കാനുള്ള അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇന്നാണ് എനിക്ക് കൂടുതൽ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും സാറിന് കൂടുതൽ നന്മ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കട്ടെ. സാറിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ചുക്കാൻ പിടിക്കുന്ന ജോഷി സാറിനും പിന്നെ അതിലെല്ലാം ഉപരി ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലാം നടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് അഡ്മിനായിട്ടുള്ള പ്രദീപ് സാറിനും ഒക്കെ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ നമ്മുടെ ഈ വർഷം അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. രമ്യാജി ഇറങ്ങിയായിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോ വീണ്ടും നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് പ്രവേശിക്കും. മലപ്പുറംകാരനെ വീണ്ടും കേട്ട് വിലയിരുത്തുന്നു. ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത അത് സാറ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ പേരിലല്ല, പേറുന്നതിലാണ്. കോഴിക്കോട് വിമാനത്താവളവും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും യഥാർത്ഥത്തിൽ മലപ്പുറത്താണ്.
പക്ഷെ അത് അറിയപ്പെടുന്നത് കോഴിക്കോട്. അതാണ് ഒരു മലപ്പുറംകാരന്റെ മനോഭാവവും. അവർക്ക് പേരിലല്ല, അവർ പേറുന്നതിലാണ് മഹത്വം കാണുന്നത്. ഓക്കെ, നമ്മൾ എറണാകുളത്തിലേക്ക് പോകുന്നു. ഹമീദാജി. ഹമീദാജി ഇല്ല, ഇല്ലെന്ന് തോന്നുന്നു സാറേ. ഇല്ല സാർ. ഇല്ല. ഉറങ്ങിപ്പോയി. ഓക്കെ, നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു? പറവൂരേക്ക് പോകുന്നു. ഉണ്ടോ ബാസിൽ സാർ? ബാസിൽ സാറും ഇല്ല. സാറും ഇല്ല. അപ്പൊ സലിജ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ സാറേ എറണാകുളത്ത് ഞാനുണ്ട്. ഉണ്ടോ? സാറേ ഞാനുണ്ട്. സലിജ ഉണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുനർനവയിലെ സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും മുഖമായിട്ടുള്ള ഹുസൈൻ സാറാണ് ഇന്ന് നമ്മളോട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. വളരെ നാളോളം പ്രവാസ ജീവിതം നയിച്ച സാറ് 35 വർഷങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ തിരിച്ചെത്തി ഇവിടെ വളരെ സന്തുഷ്ടമായൊരു ജീവിതം നയിക്കുകയാണ്. നമ്മൾ വളരെ നന്നായി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു പുസ്തകം മാതിരി, തുറന്നു വെച്ച മാതിരി നമ്മളോട് സംവദിക്കുകയുണ്ടായിരുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉടനീളം ഉണ്ടായിരുന്നത് സമൂഹത്തോടും കുടുംബത്തോടും എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്തിൽ അടിയുറച്ച ഒരു സമീപനമാണ്. അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുക അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ള ഒരു തത്വശാസ്ത്രമാണ് പിന്തുടരുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രദീപ് സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ നന്നായിട്ട് നല്ലൊരു ജീവിതത്തിന്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തീരാനായിട്ട് ഇപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതും. അപ്പോൾ സാറിനെ എനിക്ക് മലപ്പുറത്ത് വെച്ചിട്ടും പിന്നെ എറണാകുളത്ത് വെച്ചിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് വെച്ചിട്ട് തിരക്കിനിടയിൽ പോരുമ്പോഴും സാറ് വേഗം തന്നെ വന്നിട്ട് കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ, എന്നാലും അത്രയേറെ സ്നേഹവും വളരെയേറെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സന്തോഷം എന്താ പറയാ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇതുപോലെ ഓരോ സുഹൃത്തിനെയും നമ്മുടെ പുനർനവിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോഷി സാറിനും ചുക്കാൻ പിടിക്കുന്ന പ്രദീപ് സാറിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഹുസൈൻ സാറിനും കുടുംബത്തിനും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി. അപ്പൊ എറണാകുളംകാരും ഇല്ലല്ലോ, പാലക്കാട്ടേക്ക് പോകുന്നു. ഹരി സാറുണ്ടോ? ഹരിജി ഇല്ലായിരുന്നു. ഇല്ല. ഓക്കെ, അപ്പൊ പാലക്കാട് ശൂന്യം, നമുക്ക് കോഴിക്കോടേക്ക് പോവാം. ഓക്കെ, പറഞ്ഞോളൂ സാറേ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഹുസൈൻ സാറിനെ കുറിച്ച് എന്ത് പറയാനാണ്? എന്നാലും ചിലത് പറയേണ്ടതുള്ളത് കൊണ്ട് പറയാന്ന് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ ഒരു ചിരി കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു സീറ്റ് പിടിച്ചിടുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ആ ഒരു ചിരി മതി എവിടെയും സാറിന്റെ എൻട്രി അതാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും സുന്ദരൻ സാറാണ് കേട്ടോ. അത് ഇന്ന് സാറ് തെളിയിച്ചു. സാറിന് പുറത്ത് സൗന്ദര്യം മാത്രമല്ല, ആന്തരികമായ സൗന്ദര്യം എത്രയുണ്ടെന്നുള്ളത് സാറിന് തെളിയിച്ചു. ഇങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു തരാറുള്ളൊരു കഥയുണ്ട്. ഈ പാണ്ഡവര് വനവാസ കാലത്ത് ഈ ഒരു കാട്ടിലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തടാക തീരത്തേക്ക് അനിയന്മാരൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അനുജന്മാരൊന്നും കാണാതായി കഴിഞ്ഞപ്പോൾ അവസാനം മൂത്ത ജ്യേഷ്ഠൻ ധർമ്മപുത്രർ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ തടാക തീരത്ത് മരിച്ചു കിടക്കുന്ന അനിയന്മാരാണ് കണ്ടത്. അവിടെ വെച്ച്
യക്ഷന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ അമ്മ എപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഭൂമിയേക്കാൾ വലുത് എന്താണ്? അപ്പൊ അതിന്റെ ഉത്തരം അമ്മ എന്നായിരുന്നു അമ്മ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ഹുസൈൻ സാറിന്റെ കാര്യത്തിലും ആ ഉമ്മ എത്രത്തോളം, എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാം. 60കളിലൊക്കെ പഠിച്ച് ടീച്ചറാവാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അക്കാലത്ത് അങ്ങനെ പഠിച്ച് മക്കളൊക്കെ ഈ നിലയിലാക്കാൻ കഴിഞ്ഞു. ആ ശക്തി തന്നെയായിരിക്കും ഇന്നും ഹുസൈൻ സാറിനെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവർ പകർന്നു തന്ന വിനയവും ലാളിത്യവും ഒക്കെ തന്നെയാണ് ഹുസൈൻ സാറിൻ്റെ മുഖത്ത് നമ്മളെപ്പോഴും കാണാറുള്ളത്. അതറിയാൻ കഴിഞ്ഞത് ഇന്ന് മാത്രമാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടി ഒഴുകുന്ന പുഴയാണ് ചാലിയാർ പുഴ. എപ്പോഴും നിറഞ്ഞ് എപ്പോഴും സമൃദ്ധമായിട്ട് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന പുഴ ഞങ്ങളെ ഈ ഗ്രാമത്തിനടുത്ത് കൂടിയാണ് ഒഴുകാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടി ജീവിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മളിവിടെയുള്ള ജോഷി സാറിൻ്റെ കാര്യവും എല്ലാവരുടെ കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കാറുണ്ട്. എല്ലാവർക്കും ജീവിതം ഒരു പരീക്ഷണമാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, സാറിൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളൊക്കെ സാറ് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി സാറിന് പരീക്ഷണങ്ങളില്ല. പരീക്ഷണങ്ങളില്ലാത്ത കാലത്തേക്കാണ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോഷി സാർ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം യൂണിവേഴ്സിറ്റി, കോഴിക്കോടത്തെ യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ്, എയർപോർട്ട് മലപ്പുറത്താണ്. അതുപോലെ എൻ്റെ ഒരു പ്രിയങ്കരനായ ജ്യേഷ്ഠനും മലപ്പുറത്തുണ്ട്. താങ്ക് യു. ഓക്കെ, പ്രസീതാജി പറഞ്ഞോളൂ. നമസ്കാരം. ഞാനത് പറയാൻ പോവുകയായിരുന്നു. സാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജ്യേഷ്ഠൻ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും പറയലുണ്ട്, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പിന്നെ സാറെ പറ്റിയിട്ട്, പിന്നെ ഞങ്ങളുടെ തൊട്ട അയൽവാസി തന്നെയാണ്. പുനർനവയ്ക്ക് കിട്ടിയ ഒരു മുത്ത് തന്നെയാണ് സത്യം പറഞ്ഞാല് സാറ്. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് എന്താ വെച്ചാൽ സാറെ കൂടെ കൂടുതൽ യാത്ര ചെയ്യാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ സാറെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും ഒക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. പിന്നെ സാറ് ഇവിടെ മാവൂരൊക്കെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അടുത്ത് അറിയാനൊക്കെ സാധിച്ചു. പിന്നെ സാറ് ബിസിനസ്സിലായാലും അല്ലാതെ ഞങ്ങൾക്ക് പല ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രാപ്തിയാക്കാൻ നോക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വളരെ നല്ല ഇതൊക്കെ കിട്ടിയ ഞങ്ങളെ എന്താ പറയാ, ഇത്രയും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ തന്നെയാണ് ഹുസൈൻ സാറ്. വളരെ സന്തോഷം സാറേ. ഓക്കെ, അപ്പൊ കോഴിക്കോടുകാരും എല്ലാം കഴിഞ്ഞു. മലപ്പുറത്തോടുള്ള നന്ദിയുള്ള കോഴിക്കോടുകാരെ കണ്ടുകൊണ്ട് നമ്മൾ കടപ്പാടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ണൂരേക്ക് പോവാം. കണ്ണൂരിൽ നിന്നും നമ്മുടെ പുഷ്പാജി. പുഷ്പാജി മ്യൂട്ടാണ്. പുഷ്പാജി മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഹുസൈൻ സാർ, എല്ലാവരും പറയുന്നതൊക്കെ ഞാൻ മുഴുവനായിട്ടും കേട്ടു. ഹുസൈൻ സാറിന്റെ ജീവിത രീതി അനുഭവങ്ങളെല്ലാം കേട്ടപ്പം കണ്ണൂരിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ആളൊരു ഇടിവെട്ടാണെന്ന്. സത്യം ശരിക്കും ഇടിവെട്ട് തന്നെയാണ്. അത് ഞാൻ ഇവിടെയും പറയുന്നു. പിന്നെ ക്ലാസ്സിൽ ഹുസൈൻജി വലുതായിട്ട് കാണാറില്ലെങ്കിലും ഇടയ്ക്കിടെ മൂർത്തിജി ഒരു കുളിസീൻ പറയാറുണ്ട്, പണ്ടത്തെ ഒരു ഗെറ്റ് ടുഗദറിന്റെ കഥ. അതുകൊണ്ട് നമ്മളൊന്നും മറന്നില്ല, എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞ് ചിരിക്കാറുമുണ്ട്. ഏതായാലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിലും ഒരു ഗെറ്റ് ടുഗദർ ആദ്യം അങ്ങനെ ഹുസൈൻജിനെയാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരാള്. പിന്നെ ഇതുപോലെ തന്നെ ഏതായാലും ഓരോ മാസവും പുതിയ പുതിയ അനുഭവങ്ങളുമായി ഓരോരുത്തർ വരുമ്പോൾ എല്ലാം അത്ഭുതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളാറുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയും ഉണ്ടല്ലോ ആള് പറയാൻ. അതുകൊണ്ട് നമസ്കാരം പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ചെറുവാട്ടിൽ ബിന്ദുജി. എല്ലാവർക്കും നമസ്കാരം. ഹുസൈൻ സാറിന്റെ ഇന്നത്തെ സുഹൃത്തിനെ കേൾക്കാനുള്ള പരിപാടി കേട്ടു. ഓരോരുത്തരെയും കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു പരിപാടിയിലൂടെയാണ്. എന്തായാലും ആ ഉമ്മയുടെ
ത്യാഗപൂർണമായ ജീവിതം, അത് എനിക്കത് മനസ്സിലാവും. കാരണം എൻ്റെയും ചെറുപ്പകാലത്തെ പിതാവ് നഷ്ടപ്പെട്ടതാണ്, അമ്മയാണ് വളർത്തിയെടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ വളർന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സാറ് ജോലിയിൽ വന്നതിന് ശേഷമുള്ള സേവന പ്രവർത്തനങ്ങൾ, പല പല സംഘടനകളുടെയും സമൂഹത്തിനെ സേവിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അതുപോലെ തന്നെ 35 വർഷത്തെ ആ ഒരു ജോലി പ്രവാസ ജീവിതത്തിന് ശേഷവും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇനിയും ഇങ്ങനെ ഇതുപോലെ സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആയുസ്സും ആരോഗ്യവും നൽകാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. കൂടാതെ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോഷി സാറിനും പ്രദീപ്ജിക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിനോദൻ സാറോ മറ്റാരെങ്കിലും കണ്ണൂരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഔട്ട് ഓഫ് കേരള, ബാംഗ്ലൂർ, പ്രസീദാജി. താങ്ക് യു ജോഷി സർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ജോഷി സാറിന് പ്രത്യേക ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാതെ വയ്യ. കാരണം എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ പോലും സാർ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേക ഒരു അഭിനന്ദനം. പിന്നെ നമ്മുടെ ഹുസൈൻ സാറാണ് ഇന്നത്തെ താരം. സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു, അത് വളരെ സന്തോഷം, വളരെ അഭിമാനം തോന്നുന്നു സാർ. ഉള്ളത് പറയാം, വളരെ അഭിമാനം തോന്നുന്നു. അതുപോലെ സാറിന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് ഒരുപാട് ജീവിത പാഠങ്ങൾ നമുക്ക് കിട്ടി. പ്രദീപ് ജി അത് എന്തൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സാറ് പഠിച്ച അറബി, സാറിന്റെ ആദ്യം പറയുന്നത് അമ്മയെ കുറിച്ച് തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അത് പ്രത്യേകിച്ച് മലപ്പുറം പോലത്തെ ഒരു ജില്ലയിൽ. അപ്പൊ അത് തന്നെയാണ് സാറിന്റെ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാറ് പറഞ്ഞ പ്രവാസി ജീവിതത്തില് സാറിന് അക്വയർ ചെയ്ത സ്കില്ല്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാർ അറബിക്ക് പഠിച്ചു, അത് ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യം. എന്ന് വെച്ചാൽ നമ്മളത് മറക്കാൻ പോകുന്നില്ല. അപ്പൊ അതെന്തായാലും അത് വളരെ നല്ലൊരു കാര്യം. പിന്നെ സാറ് ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ടും ആ സർവീസ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് അത് നല്ല രീതിയിൽ സാർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാറിന് സാധിക്കുന്നു. അതിലും വളരെ അഭിമാനം തോന്നുന്നു സാർ പറയുകയാണെങ്കിൽ. അപ്പം അത് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇനിയും ഇരിക്കുക. ഇനിയും കൂടുതൽ സാറിന് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ ഒരു നന്ദി സാർ. സാറിന് കൂടുതൽ അറിയാം. സാറിന് പല കാര്യങ്ങളും ഓർമ്മ വരുന്നു. സാറ് വിളിച്ച് ക്ലാസ്സിനെ പറ്റി പറയുന്നതും ഒക്കെ എനിക്ക് ഈ ഒരു സെഷന്റെ ഇടയിൽ കൂടി എനിക്കത് ഓർമ്മ വരുമായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം സാറിന്റെ കൂടുതൽ അറിയാൻ സാധിച്ചതിൽ. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിനും ജോഷി സാറിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു ജോഷി സാർ. ഓക്കെ, താങ്ക് യു. ഈ പ്രവാസികൾ ഇനിയും ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഞാനുണ്ട്. വന്നോളൂ. ഞാന് ഇതിലധികം നേരം ഇല്ലായിരുന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇത് കേട്ടോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എല്ലാം സാറിനെ കുറിച്ച് എന്നതാ പറഞ്ഞിട്ടുണ്ട്. സാറ് വരുമ്പോ സാറിന്റെ ആ സ്മൈൽ, ഇറ്റ് ഈസ് സോ ക്യാച്ചിങ്. ആരെയും ക്യാച്ച് ചെയ്യുന്ന ഒരു സ്മൈലാണ് സാറിനുള്ളത്. വളരെ സൗമ്യമായ സ്വഭാവവും ഇതെല്ലാം കൊണ്ട് സാറിനെ അങ്ങ് അത്യധികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം സാറിനുണ്ട്. പിന്നെ സാറിന്റെ ഉമ്മയുടെ കാരണം സാറും എല്ലാം നന്മയിലേക്ക് വന്ന് ആ ഉമ്മ കാണിച്ചു തന്ന മാർഗത്തിൽ കൂടെ സാറ് എല്ലാം ചെയ്യുന്നെന്ന് എനിക്ക് തോന്നി. കാരണം ഉമ്മ ഒരു കൗൺസിലറായി ആയിട്ട് 2 പ്രാവശ്യം സർവ് ചെയ്തെന്നൊക്കെ സാറ് പറഞ്ഞു. അപ്പം ഉമ്മ കാണിച്ചു തന്നെ ആ പാതയിലാണ് സാറ് സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത്. സാറിന്റെ മനോഭാവമാണ് സാറിനെ ഇത്രയും സർവീസുകൾ ചെയ്യാൻ ചെയ്യിക്കുന്നതും. കാരണം സാറിന് ഭയങ്കര ഒരു ത്യാഗ മനസ്സുണ്ട്. കാരണം ഞാൻ അത് വളർന്ന ഒരാളാണ്. എൻ്റെ പിതാവിൽ നിന്ന് ഭയങ്കര ത്യാഗം വേണം. എല്ലായിടത്തും പോയി എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാ സംഗതികളും ഒരുപോലെ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക
ത്യാഗനിസ്ഥിതി, അതുപോലെ തന്നെ പ്രവാസ ജീവിതം, അത് ഞാനും അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട. പിന്നെ സാറ് അവിടെയാണെങ്കിലും എയർ ആംബുലൻസിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നെ അതിനൊക്കെ എന്തും വേണ്ട ത്യാഗം സഹിച്ചാണ് അതൊക്കെ ഒരുക്കിയെടുത്ത് അതൊക്കെ കൊണ്ടുവരുന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് സാറ് ഒരു വലിയ മനസ്സിന്റെ ഒരു ഉടമയെന്ന് പറഞ്ഞാൽ അത് പറയാൻ വലിയെന്നൊന്നും പറഞ്ഞാൽ അതിന്റെ വാക്കായില്ല എന്ന് തന്നെ വേണം എനിക്ക് പറയാൻ. അതുപോലെ ഞാൻ ഇങ്ങോട്ട് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നത് സാറ് എനിക്ക് ചേന വറുത്തത് തന്നുവിട്ടു. ഇങ്ങനെ സാറ് എല്ലാ മനുഷ്യരെയും അതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. അത് എന്നാന്നേലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സാറിന്റെ നാടിന്റെ ബ്യൂട്ടിഫുൾ ആ നാഗരി എന്നതാ ഞാൻ പറയണ്ടേ, നാടിന്റെ സൗന്ദര്യം വർണ്ണിച്ചത് 3 പുഴകളുടെ കാര്യവും ഒക്കെ സാറ് നാടിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടായിട്ടില്ലേ, അതിന്റെ സുന്ദരിയായ നാട് എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാർ അതുപോലെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായി. സാറിന് അതുപോലെ തന്നെ തിരിച്ചു വന്ന് തൻ്റെ ഉമ്മയെ നോക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം എനിക്ക് അത്ര ശരിയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ സാറേ. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു വ്യസനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. എന്നാലും സാറിന് അതുകൊണ്ട് വലിയൊരു അനുഗ്രഹവും ദൈവം തരും. എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോഷി സാറ് ഇത്രയും ഈ വർഷം മുഴുവനും ഇതിനു വേണ്ടി പ്രയത്നിച്ച് ജോഷി സാറിന് വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളിനും നന്ദി ഈ പ്ലാറ്റ്ഫോമിന്. അതുപോലെ മറ്റേ ഇതിലെ ഇത്രയും നാളും എല്ലാവരും സുഹൃത്തിനെ കേൾക്കാൻ ഇങ്ങനെ കാത്തിരുന്നു. ഇതോടുകൂടി അവസാനിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്. ആരെങ്കിലും നല്ല സ്വമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. എനിവേ ഞാനിവിടെ അവസാനിപ്പിക്കുക. ഹുസൈൻ സാറിന് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ വിഷ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ 2 കാര്യങ്ങൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. നന്ദി പ്രകാശനമുണ്ട്, മറുപടി പ്രസംഗമുണ്ട്. അതിനോടിടയ്ക്ക് ആർക്കെങ്കിലും ഈ ഹുസൈൻ സാറിനോട് ഈ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ ഒരു സംശയ നിവാരണത്തിനുള്ള അവസരം തന്നിട്ട് പിന്നെ ഹുസൈൻ സാറിന്റെ ഒരു അനുമതി വേണം. ഈ നന്ദിയുടെ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളായിട്ട് സാറിനോട് ചോദിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തണമെങ്കിൽ വേഗത്തിൽ അല്പനേരം വിനിയോഗിക്കാം. ഇല്ല, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. സാറ് ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി സാറിന് മെഹർ കിട്ടിയ സംഭവമുണ്ട്, പറഞ്ഞില്ലല്ലോ. കേൾക്കുന്നുണ്ടോ സാറേ? ഇല്ല, അത് കേട്ടില്ല, വ്യക്തമായില്ല. ഒന്നും കൂടെ പറയാമോ? അതായത് സാറ് ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി സാറിനൊരു മെഹർ കിട്ടിയ കാര്യം സാറ് പറഞ്ഞില്ല വ്യക്തമായിട്ട്. അത് ശരി. മെഹർ കല്യാണം വിവാഹം കഴിഞ്ഞതാണോ അല്ലേ മെഹർ കിട്ടിയത്? നല്ല പ്രാസപ്പിച്ചാണ് സാറ് പറഞ്ഞത്. മെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സത്യത്തിൽ അതിന്റെ അറബിക് മീനിങ് തന്നെ സമ്മാനം, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു എന്താ പറയാ, ഒരു സ്നേഹ സമ്മാനം എന്നൊക്കെ പറയുന്നതാണ് മെഹർ കൊടുക്കുക എന്ന് പറയുമല്ലോ. അലയില് ജീവിക്കുന്നതിന് മുമ്പ് ഞാന് കുറച്ചു കാലം ദുബായിൽ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് അവരുടെ അങ്കിൾസ് ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയായിട്ടും നമ്മുടെ അവിടെ വർക്ക് ചെയ്ത സന്ദർഭത്തിൽ ഞങ്ങളുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങാൻ, അതൊരു ഫുഡ് ട്രേഡിങ് ആയിരുന്നല്ലോ, ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബത്തില് അവരുടെ ഫാദറും മദറൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ, 80കളിൽ. അപ്പോ ഞാൻ അങ്ങോട്ടൊക്കെ പോവാറുണ്ടായിരുന്നു. ഒരു ഭക്ഷണം അന്നൊക്കെ ഞാനൊന്നൊരു
പിന്നെ ബാച്ചിലർ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഫാമിലി ഫുഡൊക്കെ കിട്ടുന്ന കാര്യം നല്ല ഒരു കാര്യമാണ്. അങ്ങനെ ഈ മെഹ്റു ഇടക്ക് ദുബായിൽ വരുമ്പോഴും അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഞാന് ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ വിവാഹത്തിന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഏജിലാണ് അന്നത്തെ കാലത്ത് വിവാഹം ചെയ്യുക. അപ്പൊ ഞാൻ വേണ്ട, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ സന്ദർഭത്തിലാണ് അമ്മാവന്മാര് പറഞ്ഞത്, നമ്മൾക്കൊരു പിന്നെ സിസ്റ്റർ മകളുണ്ട്, അവർക്ക് ദുബായില് ഉള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങൾ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഇവിടേക്ക് വരാം. അന്ന് വിസ കിട്ടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാന് ഉമ്മയോട് സംസാരിച്ചു. ഉമ്മയും ഞങ്ങളും ഒക്കെ ഇവരുടെ വീട്ടിലേക്കും പോവാറുണ്ടായിരുന്നു. ഇവിടെ ഒരുമനയൂർ ആണ് അവരുടെ വീട്, ഗുരുവായൂരിനടുത്ത്. അങ്ങനെ ഞങ്ങളൊരു ആത്മബന്ധം ഉണ്ടാക്കി. പിന്നെ അതങ്ങനെ കല്യാണത്തിന് കലാശിച്ചു. മെഹ്റു നല്ലൊരു കുക്കാണ്. ഹോം സയൻസിൽ ഡിഗ്രി എടുത്തതാണ്. അവൾക്ക് JCSന്റെ കുക്കിംഗ് ക്ലാസ്സിൽ ഓൾ ഇന്ത്യ ലെവലില് സമ്മാനം കിട്ടിയ ആളാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കും. അവരുടെ കുടുംബം മുഴുവൻ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണ്. അതില് വീണമെന്ന് വേണമെങ്കിലും പറയാം. ഇനിയൊന്നും പറയണ്ട സാറേ, അതിന്റെ ബാക്കി മുഴുവനാക്കിക്കോളൂ. ഓക്കെ. അല്ല, ഈ പല വിധത്തിലും. സാറിന്റെ വൈഫിന്റെ വീട്ടിൽ പോകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാനും ഉണ്ടായിരുന്നു. മൂർത്തിജി വന്നിട്ടുണ്ട് അല്ലേ? മൂർത്തിജി വൈഫ് ഞാനും. അതെ 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 അതെ. ഓക്കെ ഓക്കെ, വേറെ ചോദ്യങ്ങളായിട്ട് അതെ, ഓക്കെ സർ, താങ്ക് യു. മറ്റേ ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് നേരത്തിന്റെ കുറവ് കൊണ്ടാണ് കേട്ടോ. ചോദ്യങ്ങളായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ബാക്കി തമാശയൊക്കെ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? 1 2 3 ആരുമില്ല. ഓക്കെ, അപ്പൊ പിന്നെ ഹുസൈൻ സാറേ ഈ നന്ദി പ്രകാശനം കൂടെ അങ്ങ് നടത്തി കഴിഞ്ഞിട്ട്. നന്ദി പ്രകാശം കഴിയട്ടെ സാറേ. നന്ദി കഴിഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ. അനിത ഹരികൃഷ്ണൻ, കിഴക്കനാട്ട്, കോലാനി PO, തൊടുപുഴ. PRS എടുത്ത് BSNL നിന്നും 2020 അവസാനം ഡിസംബർ 31 പുറത്ത് ഇറങ്ങിയ ആളാണ്. അങ്ങനെ സബ് ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്നു BSNL-ൽ. ബാക്കി അനിതയുടെ കുടുംബക്കാര്യം നമുക്കറിയാം. അരിയും BSNL-ൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അനിതയെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. പ്രിയപ്പെട്ട പുനർനവ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തിനെ കേൾക്കാം എന്ന ഈ പരിപാടിയുടെ 14ാമത്തെ പ്രോഗ്രാമാണിത്. ഹുസൈൻജിയുടെ ഓർമ്മക്കുറിപ്പുകൾ വളരെ നന്നായിരുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇതിൽ വളരെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ ഓൺലൈനിൽ. ഗീതാജി രവിചേട്ടനെയും നേരിട്ടറിയാം, ഫാമിലി ഫ്രണ്ടാണ്. ഈ പ്രോഗ്രാമിൽ ആകെ 2 തവണ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. നല്ലൊരു പ്രോഗ്രാമാണ്. ഇതിന്റെ അമരക്കാരനായി നിൽക്കുന്ന ജോഷ് സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജോഷ് സാറിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പിന്നെ ഗ്രൂപ്പിന്റെ അഡ്മിൻ പ്രദീപ് ജി നേരിട്ട് കണ്ടിട്ടില്ല, എന്നിരുന്നാലും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തോന്നിക്കുന്ന പ്രദീപ് ജിക്കും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഹുസൈൻജിയുടെ ചെറുപ്പകാലവും ജീവിത കഥകളും പ്രവാസി ജീവിതവും കുട്ടികളുടെ കാര്യവും എല്ലാം നന്നായി അവതരിപ്പിച്ചു. ഹുസൈൻജി ഏകദേശം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. ജോലി, ബിസിനസ്, ചാരിറ്റി, അങ്ങനെ എല്ലാ മേഖലകളിലും. അദ്ദേഹത്തിന് നല്ല ഒരു ജീവിതം മുമ്പോട്ട് ഉണ്ടാകട്ടെ എന്ന് അറിയിക്കുന്നു. പിന്നെ സ്വാഗതം പറഞ്ഞ ബാലകൃഷ്ണ സാറിന്, ഞാനും ബാലകൃഷ്ണ സാറും ഒക്കെ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾ അധികം ആയിട്ടില്ല. സാറിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ആദ്യ പ്രതികരണം നടത്തിയ അനിൽജി, ഹുസൈൻജിയും ചാരിറ്റി പ്രവർത്തനത്തെ പറ്റിയും ഒക്കെ നന്നായി പറഞ്ഞു. അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. രണ്ടാമത് പ്രതികരിച്ച ജ്യോതിജി, ഹുസൈൻജിയുടെ അമ്മയെ ശുശ്രൂഷിക്കാൻ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു വന്ന കാര്യവും സേവന പ്രവർത്തനത്തെ പറ്റിയും ഒക്കെ പ്രതികരിച്ചു. മാമിനും നന്ദി അറിയിക്കുന്നു. പിന്നെ നയനാർ സാറ് പറഞ്ഞത് ഹുസൈൻജിയുടെ ആദ്യമായി കണ്ടുമുട്ടിയ കാര്യവും ചാരിറ്റി പ്രവർത്തനത്തെ പറ്റി ഒക്കെ പ്രതികരിച്ചു. അദ്ദേഹത്തിനും ഞാൻ ഈ പുനർനവയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ സിന്ധുജി, ആരെയും ഞാൻ കണ്ടിട്ടില്ല, എല്ലാരെയും ഈ ഓൺലൈനിൽ കണ്ടുള്ള പരിചയമുള്ളൂ. പേര് ഇവിടെ എഴുതി വയ്ക്കുമായിരുന്നു, ഓരോരുത്തരുടെ പേര്. സിന്ധുജി ചാരിറ്റിയെ പറ്റിയാണ് കൂടുതൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിനും മാമിനും നന്ദി അറിയിക്കുന്നു. പിന്നെ നിസാജിയും രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആയിട്ട് അമ്മയെ പറ്റിയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ട് പ്രതികരിച്ചു.
രണ്ടുപേരുടെ നല്ല സംസാരമായിരുന്നു. രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരുപാട് ദീർഘിപ്പിച്ച് സാറിന് സമയമില്ല, നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാം സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. പിന്നെ രവിചേട്ടൻ ഹുസൈൻജിയുടെ ചാരിറ്റി പ്രവർത്തനത്തെ പറ്റിയാണ് പറഞ്ഞത്, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. ഗീത ചേച്ചി ഹുസൈൻജിയുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം സാറ് സംസാരിച്ചപ്പോഴും ഓർത്തു, നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ സാറിന്റെ, എപ്പോഴും മുഖത്ത് ചിരി തന്നെ ആണല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ അംബികാജി പ്രതികരിച്ചത് ഹുസൈൻജിയുടെ വിനയവും ലളിതവുമായ പെരുമാറ്റത്തെ പറ്റിയും ചാരിറ്റി പ്രവർത്തനത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു. മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ബാലകൃഷ്ണ സാറും ചാരിറ്റി പ്രവർത്തനത്തെ, കൂടുതലും എല്ലാവരും സാറിന്റെ ചാരിറ്റി സേവന പ്രവർത്തനത്തെ പറ്റിയാണ് കൂടുതൽ പ്രതികരിച്ചത്. സാറിന് നന്ദി അറിയിക്കുന്നു. ജോഷി സാർ പറഞ്ഞത് ഹുസൈൻ സാർ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും ജോഷി സാറിനും എന്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ രാധാജി, ഹുസൈൻ സാറിന് വളരെ സൗമ്യമായ പെരുമാറ്റമാണെന്നും നല്ല ഒരു അമ്മയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഉയർച്ച ഉണ്ടായതെന്നും പ്രതികരിച്ചു. മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രദീപ് ജി, അദ്ദേഹത്തിന്റെ 3 പ്രവർത്തനങ്ങളെ പറ്റി, കുടുംബത്തോടുള്ള സ്നേഹം, പിന്നെ ഗുരുത്വം, നമുക്ക് എല്ലാത്തിനും വേണ്ടത് ഗുരുത്വം, നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും അനുഗ്രഹമാണ്. പിന്നെ അതിനെപ്പറ്റിയും ചാരിറ്റിയെ പറ്റിയൊക്കെ പ്രതികരിച്ചു. സാറിനും പ്രദീപ് ജിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ജയശ്രീജി പറഞ്ഞത് ഹുസൈൻജിയുടെ അവതരണം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കുടുംബം, പ്രവാസി ജീവിതം, ചാരിറ്റി എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞു. മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഹുസൈൻജിയുടെ പ്രവാസി ജീവിതത്തെ പറ്റിയും ചാരിറ്റിയെ പറ്റിയും പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു. മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ രാമമൂർത്തി സാർ ഭയങ്കര തമാശ രൂപേണയൊക്കെ സാറിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാനും സാറിനെ കണ്ടപ്പോ ആദ്യം ഓർത്തത് സാറിന്റെ ചിരിയെ പറ്റി തന്നെയാണ്. ചിരിയെ പറ്റി പറഞ്ഞു. നല്ല സാറിന്റെ ഉള്ളിലും പുറത്തും നല്ല സൗന്ദര്യമാന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു. പ്രസീതാജിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് സാറെന്ന് പറഞ്ഞു. ഈ പുനർനവിക്ക് കിട്ടിയ ഒരു മുത്താണ് ഹുസൈൻജി എന്ന് വളരെ ഇതായിട്ട് പറഞ്ഞു. മാമിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ പുഷ്പാജിയുടെ കണ്ണൂർ ഭാഷ എടുത്തിട്ട് ആളൊരു ഇടിവെട്ടാണ് എന്ന് പറഞ്ഞ് പുഷ്പാജിക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ ബിന്ദുജി, എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മയെ പറ്റിയും ചാരിറ്റിയെ പറ്റിയും പിന്നെ 35 വർഷത്തെ പ്രവാസി ജീവിതത്തെ പറ്റിയൊക്കെയാണ്. മാമിനും നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രസീതാജി ഹുസൈൻജിയെ പറ്റി അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞ അമ്മയെ പറ്റിയും പ്രവാസി ജീവിതത്തെ പറ്റിയും സ്കില്ലിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ചാരിറ്റിയെ പറ്റിയും ഒക്കെ പറഞ്ഞു. മാമിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ഫിലോമിനാജിയും എല്ലാവരും കോമൺ ആയിട്ട് ചാരിറ്റിയെ പറ്റിയും അദ്ദേഹത്തിന്റെ അമ്മയോടും കുടുംബത്തോടും ഉള്ള സ്നേഹത്തെ പറ്റിയും ഒക്കെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഞാനും ഇതുപോലെ തന്നെ, എന്നെ കണ്ടാലും എല്ലാവരും, എന്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്ന ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ എനിക്കിപ്പം ഒരു 10 മാസമായിട്ട് എന്റെ ചിരിയൊക്കെ പോയി. എപ്പം എനിക്ക് ആരെയും പരിചയം പോലും വേണ്ട, ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യങ്ങള് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എനിക്ക് തിരിച്ച് ഈ നല്ലൊരു ഗ്രൂപ്പാണ് ഇത്. എനിക്ക് ഇതിനകത്ത് ഗീത ചേച്ചിയും രവിചേട്ടനും കൂടെയാണ് എന്നോട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് രാവിലെ യോഗ ചെയ്യാനും ഇതിനകത്ത് കയറാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പം ഒരു 2026 പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഗംഭീരായിരുന്നു അനിതാജി, വളരെ സന്തോഷം. അപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. പിന്നെ ഹുസൈൻ സാറിന്റെ ഇപ്പോഴുള്ള ഈ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴുള്ള മനോഭാവം, മൊത്തത്തിൽ പരിപാടിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ, അദ്ദേഹത്തിന് സ്വയം ലഭിച്ചതായ അനുഭവം, ഇതെല്ലാം പറയാൻ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഓക്കെ ജോഷി സാറേ, ഇപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ആദ്യമായി എന്റെ വയസ്സ് ഒരു 10 20 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. എല്ലാവരുടെ പ്രതികരണവും എല്ലാവരുടെ നമ്മളെ പറ്റിയിട്ടുള്ള നല്ല വാക്കുകൾക്കും അത് നമുക്ക് എപ്പോഴും നല്ലൊരു സുഖമാണല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെറുപ്പമായിട്ട് ഇപ്പോഴും നമുക്ക് ഈ പുനർനവ ഗ്രൂപ്പിൽ ജീവിക്കാൻ കഴിയുന്നത്.
എന്തായാലും ഈ പുനർനവ ഗ്രൂപ്പിലെ ഒരുപാട് സഹോദരി സഹോദരന്മാരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഓരോരുത്തരും വളരെ അവരുടെ പല മേഖലകളിലും കഴിവുള്ളവരാണ്. ഞാൻ പറയുകയാണെങ്കിൽ പ്രതിബദ്ധതയുടെ പര്യായം എന്നാണ് ജോഷി സാറിനെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടുകാരോടൊക്കെ പറയാറുള്ളത്. ഇത്തരത്തിലുള്ളൊരു മനുഷ്യൻ നമുക്ക് നമുക്ക് പരിചയപ്പെടാനും അവരുടെ സേവനം ചെയ്യാനും ഈ സുഹൃത്തുക്കളെ പരിചയപ്പെടാമെന്നുള്ള മറ്റുള്ളവരുടെ വിവരങ്ങൾ അറിയുമ്പോൾ ഇപ്പൊ എനിക്ക് തന്നെ വലിയൊരു ആശ്വാസം തോന്നുന്നു. ജോഷി സാർ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എൻ്റെ മകൻ UK നിന്ന് വരുന്നു. അളിയന്റെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതൊരു ആന്ധ്രയിലത്തെ ഒരു റാവു കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ നമ്മള് നിർദ്ദേശിച്ച പല കാര്യങ്ങൾ സംസാരിക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഏകദേശം 2 ആഴ്ചയോളം ഞാൻ കേരളത്തിൽ പുറത്തായിരുന്നു. എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും ജോഷി സാറുടെ ഒരു കോള് കിട്ടുമ്പോൾ വലിയൊരു സമാധാനവും സന്തോഷം. ഞാൻ വിചാരിക്കും ഇത്തരത്തിൽ ഈ മനുഷ്യന് ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എത്ര കാലം മുമ്പ് സംസാരിച്ചു തുടങ്ങിയതാണല്ലോ. ഞാനാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യാനും പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാനും ഇടാക്കിയത്. ജോഷി സാറിന്റെ ആ പ്രതിബദ്ധതയുണ്ടോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഈ പ്രാവശ്യം അവതരിപ്പിക്കില്ല. എല്ലാവിധ ആരോഗ്യ സൗഖ്യം സാറിന് കൊടുക്കട്ടെ. എന്റെ 5 നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തും. എന്റെ സഹോദരനാണ്. അതുപോലെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രദീപ് ജി നമ്മൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഇതേപോലെ തന്നെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും രാധാജിയുടെ അതേപോലെ തന്നെ സപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. പ്രദീപ് ജിയുടെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതൊരു വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നുമല്ല. ഇതിപ്പോ ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ പബ്ലിസിറ്റിക്ക് ഞങ്ങളും അതുപോലെ തന്നെയാണ് അതേപോലെ ചെയ്യാറുള്ളത്. എൻ്റെ ഉമ്മനെ ഓർമ്മിപ്പിക്കാൻ കിട്ടിയ കാര്യങ്ങൾ ഇപ്പൊ ചില സമയത്ത് എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ വീട്ടിലെന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ ഉമ്മന്റെ ഫോട്ടോ കണ്ട് പറയും എൻ്റെ ഗുരുവായിരുന്നു, എൻ്റെ ഉമ്മയായിരുന്നു. കാരണം എല്ലാവരെയും ഉമ്മ വിളിക്കുന്നത് മോനെ മോളെ എന്നുള്ള കാര്യത്തിലായിരുന്നു. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടില് തീരെ പഠിക്കാത്ത ഞങ്ങളെ ഇതിലുള്ള മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടിരുത്തി നിർബന്ധപൂർവ്വം കല്യാണം കഴിപ്പിക്കാതെ പഠിച്ചതും അവർ നല്ല രീതിയിലൊക്കെ വന്നവരും അവരുടെയൊക്കെ നന്ദിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പറയുന്നതൊക്കെ എനിക്കിങ്ങനെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. അപ്പൊ ഞാനും ഉമ്മ പഠിക്കുമ്പോൾ കുറെ കുട്ടികളെ ട്യൂഷൻ ക്ലാസ് കൊടുത്തിട്ട് അതിന് സൗജന്യമായിട്ട് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞാനും അവർക്ക് സയൻസിലും സുവോളജിയിലും ഒക്കെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അധ്വാനിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്കെല്ലാം അറിവിന് പലതും പറയാനുണ്ട്, പക്ഷെ പറയില്ല, സമയമില്ല. എനിക്ക് വേറൊരു കല്യാണത്തിന് ദൂരയാത്ര പോവാനുണ്ട് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംഭവം നമ്മളുടെ ഈ പറഞ്ഞ വാസ്തവത്തിൽ ഈ പരിപാടി എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ജോഷി സാറിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മറ്റാരെങ്കിലും ഇത് ഏറ്റെടുക്കണമെന്ന്. ജോഷി സാർ ഇനി തുടർന്ന് പോകാൻ പറ്റാത്ത പരിസ്ഥിതി നമുക്കൊക്കെ അറിയാം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം തുടക്കത്തിൽ എനിക്ക് തോന്നിയതിനേക്കാൾ വലിയ ഒരു സന്തോഷമാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ എന്നുള്ള പരിപാടി ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോഷി സാറിന്റെ ഗൈഡൻസോട് കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ജോഷി സാറിന്റെ സംഭാഷണം പ്രദീപ് ജി, രാധാജി, നിസ, ഇക്ക, ബാലകൃഷ്ണൻ സാറ്, രവി സാറ്, ഗീത ടീച്ചർ പറയുകയാണെങ്കിൽ എന്നെ പാട്ട് പഠിക്കാൻ ധൈര്യം തന്ന ഒരു ഗുരുവാണ് ഗീത ടീച്ചർ. സാറ് പാടണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ രവി സാറിന്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ പാട്ട് പാടി തുടങ്ങിയത്. ബിന്ദുജി, അംബികാജി, ജയശ്രീ, പിന്നെ സരിയാജി, മൂർത്തിജിയുടെ ഫലിതം എപ്പോഴും നമുക്ക് ചിരിപ്പിക്കാനും വയസ്സ് കുറക്കാനും ഫലിതമാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഒരു കുടുംബ കൂട്ടായ്മ നമുക്ക് നിലനിർത്തി പോവുകയും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഇനിയും തുടർന്ന് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ എല്ലാവർക്കും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരു 2026 കൂടുതൽ അഭിവൃദ്ധിയോടുകൂടിയും സ്നേഹത്തോടു കൂടി നല്ലതായിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2026. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നില്ല സാറേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു. ആർക്കും ഒന്നും പറയാനില്ലല്ലോ? ഹുസൈൻ സാർ പറഞ്ഞപ്പോഴേ ഞാൻ സാറ് പറഞ്ഞു
ചോദ്യമല്ലല്ലോ ഈ പറയൂ റെക്കോർഡിംഗ് പറഞ്ഞോളൂ അല്ല റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്തു